2026 ജൂൺ 30 നമുക്ക് കുറേ എക്സാംസ് വരുന്നുണ്ട്. ഓവർസിയർ ഗ്രേഡ് 1 എക്സാംസും അതുപോലെ തന്നെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ എന്നീ പോസ്റ്റുകൾക്ക് ഉള്ള എക്സാംസാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓൾറെഡി അതിൻ്റെ സിലബസ് ഞാൻ ഷെയർ ചെയ്തു. ഇന്ന് മുതൽ നമുക്ക് അതിൻ്റെ ക്ലാസ്സസ് നോക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞ ഒരു ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഇത് PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്കും അതുപോലെ തന്നെ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു റിവിഷൻ ക്ലാസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലാസ് എടുക്കാം. സോ എല്ലാവരും വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇറിഗേഷൻ എഞ്ചിനീയറിങ്ങിലെ നമ്മുടെ ഈ ഒരു ക്രോപ്സ്, റാബി ക്രോപ്പ്, ഖാരിഫ് ക്രോപ്പ് എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോപ്സ് ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഇന്ന് നോക്കും. അതുപോലെ തന്നെ ഈ ഡ്യൂട്ടി, ഡെൽറ്റ, ബേസ് പീരീഡ് ഈ ടേംസിനെ പറ്റി നോക്കും. അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ, അതുപോലെ തന്നെ കാച്ച്മെൻറ്റ് ഏരിയ, ദാറ്റ് CCA, ഈ ടോപ്പിക്സൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇന്ന് മെയിനായിട്ട് ഫസ്റ്റ് നമ്മൾ നോക്കുന്ന എന്ന് പറയുന്നത് ക്രോപ്സിനെ പറ്റിയാണ്. ഓക്കെ, ക്രോപ്സ് നമ്മുടെ സിലബസിൽ 2 ക്രോപ്പിനെ പറ്റിയാണ് പറയുന്നത്, റാബി ക്രോപ്പും ഖാരിഫ് ക്രോപ്പും. അത് മാത്രമല്ല നമുക്ക് ക്രോപ്പായിട്ടുള്ളത് വേറെ 2 കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എക്സാമ്പിളും അതുപോലെ റാബി ക്രോപ്സ് ഏത് ദിവസം സോ ചെയ്യുന്നു, ഏത് ദിവസം ഹാർവെസ്റ്റ് ചെയ്യുന്നു, അങ്ങനത്തെ ഡീറ്റെയിൽസാണ് നമുക്ക് ഇതിൽ നിന്ന് മെയിനായിട്ട് എക്സാംസിന് കാണുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് റാബി ക്രോപ്സിനെ കുറിച്ചാണ്. ഓക്കെ, റാബി ക്രോപ്സ്. ഓക്കെ, റാബി ക്രോപ്സിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഇത് നമ്മൾ എപ്പോഴാണ് സോ ചെയ്യുന്നത്? സോ ചെയ്യുക മീൻസ് വിതയ്ക്കുന്നത്. അപ്പോൾ ഇത് സോ ചെയ്യുന്നത് ഓട്ടത്തിലാണ്. ഓക്കെ, നമുക്കിതിൻ്റെ തിയറി ക്ലാസ്സസ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ തിയറി പറയുന്നതെല്ലാം നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ഓക്കെ, റാബി ക്രോപ്സ് നമ്മൾ സോ ചെയ്യുന്നത് ഓട്ടത്തിലാണ്. ഓട്ടം എന്ന് പറയുമ്പോഴത്തേക്കും മന്ത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് സെപ്റ്റംബർ മുതൽ നവംബർ. ആ ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആ 3 മാസങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റാബി ക്രോപ്സ് സോ ചെയ്യുന്നത്, അത് വിതയ്ക്കുന്നത്. എന്നാൽ ഇതിനെ ഹാർവെസ്റ്റ് ചെയ്യുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ഹാർവെസ്റ്റ് ചെയ്യുന്നത് സ്പ്രിംഗ് സീസണിലാണ്. ഓക്കെ, സ്പ്രിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഫെബ്രുവരി ടു മാർച്ച്, അതാണ് സ്പ്രിംഗ്. ഓക്കെ, അപ്പോൾ സോ ചെയ്യുന്നത് സെപ്റ്റംബർ ടു നവംബർ ആൻഡ് ഹാർവെസ്റ്റ് ചെയ്യുന്നത് ഫെബ്രുവരി ടു മാർച്ച്, ആ സമയത്താണ്. ഈ റാബി ക്രോപ്പിനെ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് വിൻ്റർ ക്രോപ്പ്. എന്ത് വിളിക്കും? വിൻ്റർ ക്രോപ്പ് എന്നും വിളിക്കും. റാബി ക്രോപ്സ് ഈസ് ഓൾസോ നോൺ ആസ് വിൻ്റർ ക്രോപ്പ്. ഓക്കെ അല്ലേ. അപ്പോൾ സോ ചെയ്യുന്നത് ഓട്ടത്തിലാണ്, ഹാർവെസ്റ്റ് ചെയ്യുന്നത് സ്പ്രിങ്ങിലാണ്. ആൻഡ് ഓട്ടം എന്ന് പറയുമ്പോഴത്തേക്കും സെപ്റ്റംബർ ടു നവംബർ ആണ് നമുക്കറിയാം. സ്പ്രിംഗ് എന്ന് പറയുന്നത് ഫെബ്രുവരി ടു മാർച്ച്, ആ സമയമാണ്. ഓക്കെ, ഇനി നമ്മുടെ ഓവർസിയർ എക്സാംസ്, ഇത് നമ്മളിപ്പോൾ പറഞ്ഞത് നമ്മുടെ ലെവലിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതായിരിക്കും ചോദിക്കുന്നത്. ഇനി ഓവർസിയർ നിമിയുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു ഡേറ്റ് ഉണ്ട്. അതായത് 1 ഒക്ടോബർ മുതൽ 31 മാർച്ച് വരെയാണ് നമ്മുടെ റാബി ക്രോപ്പിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ. 1 ഒക്ടോബർ മുതൽ, അത് നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞില്ലേ സെപ്റ്റംബർ ടു നവംബറിലാണ് സോ ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിനിടയിലുള്ള ഒക്ടോബർ എടുക്കാം. ഓക്കെ, ആ ഒക്ടോബർ 1 മുതൽ 31 മാർച്ച് വരെ. ഓക്കെ, 31 മാർച്ച് വരെയാണ് നമ്മുടെ റാബി ക്രോപ്പിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വിൻ്റർ ക്രോപ്പ് എന്ന് വിളിക്കും. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് ഇവിടെ ഒരു നിങ്ങൾക്കൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമില്ല, മഞ്ഞുകാലത്ത് ഗോപബാലിക പുകവലിച്ചു. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് മഞ്ഞുകാലത്ത്, അതങ്ങ് വിടാം. ഗോപബാലിക, ഗോപ. ഓക്കെ, ഗോപ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഗോതമ്പ്. ഓക്കെ, അപ്പോൾ ഗോതമ്പിന് നമ്മൾ എന്താ ഇംഗ്ലീഷ് പറയുന്നത്? വീറ്റ്. ഓക്കെ, വീറ്റ്. ബാലിക. ഓക്കെ, ബാലികയിൽ നമ്മൾ ബാ എടുക്കണം, അതായത് നമ്മുടെ ബാർലി. ഓക്കെ, എന്താണ്? ബാർലി. അടുത്ത് ലീ എടുക്കണം. ലീ എന്ന് പറഞ്ഞത് ലിൻസീഡ്. ഏതാണ്? ലിൻസീഡ്. ഇനി ക എന്ന് ഉദ്ദേശിക്കുന്നത് കടുക്. കടുക് എന്ന് പറയുമ്പോഴത്തേക്ക് മസ്റ്റാർഡ്. ഓക്കെ ആണോ? ഇനി പുക വലിച്ചു. പുക വലിക്കുന്നത്, പുകയിലേക്ക് എന്താ നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന? ടൊബാക്കോ. ഓക്കെ, ഇത്രയും എക്സാമ്പിൾസ് നിങ്ങൾക്ക് കിട്ടും. വീറ്റ്, ബാർലി, ലിൻസീഡ്, മസ്റ്റാർഡ്, ടൊബാക്കോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 ഫ്ലവറിനെ പറ്റിയാണ്. 2 ഫ്ലവർ ഏതാണെന്ന് ചോദിച്ചാൽ സൺഫ്ലവറും ഉണ്ട്, കോളിഫ്ലവറും ഉണ്ട്. ഓക്കെ ആണോ?
ഇത് കഴിഞ്ഞ് 2 ഫ്ലവർ ഉണ്ട്. ഏതൊക്കെ? സൺഫ്ലവറും കോളിഫ്ലവറും. ഇനി കോളിഫ്ലവറിൻ്റെ സീ അല്ലേ, ആ സീ വെച്ചിട്ട് നമുക്ക് 3 എക്സാമ്പിൾസാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാണ് നമ്മൾ കോളിഫ്ലവർ. അത് നമ്മളിപ്പോൾ ഇവിടെ എഴുതി. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്യാബേജും പിന്നെ കോറിയാണ്ടറും. ഓക്കെ ആണോ? അപ്പം നമ്മൾ ആദ്യം ഈ സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന വീറ്റ്, ബാർലി, ലിൻസീഡ്, മസ്റ്റാർഡ്, ടൊബാക്കോ എത്ര എഴുതി. പിന്നെ 2 ഫ്ലവർ ഉണ്ടെന്ന് പറഞ്ഞു, ദാറ്റ് ഈസ് സൺഫ്ലവർ ആൻഡ് കോളിഫ്ലവർ. അത് കഴിഞ്ഞ് സീയിലാണ് കോളിഫ്ലവർ വന്നത്. സോ സീ റിലേറ്റഡ് തന്നെ 3 ടോട്ടലുണ്ട്. അപ്പോൾ ക്യാബേജ്, കോളിഫ്ലവർ, കൊറിയാണ്ടർ. ഓക്കെ ആണോ? ഇനി നമ്മൾ അറിയേണ്ടത്, ഇനി നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. നമ്മുടെ ടൊബാക്കോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ടൊമാറ്റോയും ഉണ്ട്. ടൊമാറ്റോ ഉണ്ട്. അതുപോലെ തന്നെ ടൊമാറ്റോ ഉണ്ടെങ്കിൽ ആരുണ്ടാവും? നമ്മുടെ പൊട്ടാറ്റോ ഉണ്ടാവും. ഓക്കെ ആണോ? ടൊമാറ്റോ ഉണ്ടെങ്കിൽ നമ്മുടെ പൊട്ടാറ്റോ ഉണ്ടാവും. ഓക്കെ, ഇത്രയും നമുക്ക് കിട്ടും ഇങ്ങനെയൊക്കെ. പിന്നെ നമ്മുടെ വീട്ടിലെ ഒണിയനെ പോലെ ഇരിക്കുന്ന വേറൊരു സാധനം ഏതാ? ഗാർലിക്. ഓക്കെ. പിന്നെ നമ്മൾ രാത്രി കഴിക്കുന്ന സാധനം ഓട്സ്, പിന്നെ ഗ്രാം. ഇത്രയുമാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ള എക്സാമ്പിൾസ്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കണം, റാബി ക്രോപ്സിൻ്റെ എക്സാമ്പിൾസ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുവാണ്, ദാറ്റ് ഈസ് റാബി ക്രോപ്പിന് എക്സാമ്പിൾ നമ്മൾ പറയുമ്പോൾ എന്താണ്? മഞ്ഞ് കാലത്ത് ഗോപബാലിക, ഗോതമ്പ്, ബാർലി, ലിൻസീഡ് ഓയിൽ, കടുക്, മസ്റ്റാർഡ്, പുകവലിച്ചു. അപ്പോൾ എന്താണ്? നമ്മുടെ ടൊബാക്കോ. പിന്നെ പറഞ്ഞു 2 ഫ്ലവർ ഉണ്ട്. ഏതൊക്കെയാണ്? സൺഫ്ലവറും കോളിഫ്ലവറും. സീ വെച്ചിട്ട് ഇനിയും 2 ഉണ്ട്. ഏതൊക്കെയാണ്? കോറിയാണ്ടറും ക്യാബേജും. ഓക്കെ ആണോ? ഇനി നമ്മൾ പറഞ്ഞു നമ്മുടെ ടൊബാക്കോ ഉണ്ടെങ്കിൽ ടൊമാറ്റോ ഉണ്ടെങ്കിൽ നമ്മുടെ പൊട്ടാറ്റോ ഉണ്ട് കൂടെ. ഇനി നമ്മുടെ വീട്ടിലെ ഒണിയനെ പോലെ ഇരിക്കുന്ന മറ്റൊന്നാണ് ഗാർലിക്. പിന്നെ നമ്മൾ രാത്രി കഴിക്കുന്ന ഓട്സ്, ഗ്രാമ. ഇത്രയാണ് നമ്മുടെ റാബി ക്രോപ്പിൻ്റെ എക്സാമ്പിൾ. ഇത് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ എഴുതിയിരിക്കുന്ന എല്ലാം ഏതെങ്കിലുമൊക്കെ എക്സാംസിന് ചോദിച്ച സാധനം തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മുടെ റാബി ക്രോപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത് വരുന്നത് നമ്മുടെ ഖാരിഫ് ക്രോപ്പാണ്. അടുത്ത ഏതാണ്? രണ്ടാമത്തത് ഖാരിഫ് ക്രോപ്പ്. ഓക്കെ, അപ്പോൾ ഖാരിഫ് ക്രോപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അതും എപ്പോഴാണ് സോ ചെയ്യുന്നത്, എപ്പോഴാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത് അറിഞ്ഞിരിക്കുക. നേരത്തെ നമ്മൾ ഖാരിഫ് ക്രോപ്പിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, ദാറ്റ് ഈസ് മൺസൂൺ ക്രോപ്പ്. ഏതാണ്? മൺസൂൺ ക്രോപ്സ് എന്ന് വിളിക്കും. നേരത്തെ നമ്മൾ റാബി ക്രോപ്പിന് എന്താ വിളിച്ചത്? വിൻ്റർ ക്രോപ്പ് എന്നാണ് വിളിച്ചത്. ഖാരിഫ് ക്രോപ്പ് ഈസ് ഓൾസോ കോൾഡ് മൺസൂൺ ക്രോപ്പ്. അപ്പം മൺസൂൺ അതായത് നമ്മുടെ മഴ സമയം. നമ്മൾക്ക് എപ്പോഴാണ് സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത്? അത് ജൂണാണ്. അപ്പോൾ ജൂണിലൊക്കെ സാധാരണ ഇപ്പോൾ മഴയൊന്നും കാണാറില്ലെങ്കിൽ മുന്നേ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ജൂൺ സമയത്തൊക്കെ കറക്റ്റ് മഴയാണ്. ബട്ട് ഇവിടെ നമ്മൾ സോ ചെയ്യുന്നത് ജൂണിലല്ല, അത് കഴിഞ്ഞ് വരുന്നത് ഏതാ? ജൂലൈ ടു സെപ്റ്റംബർ എന്ന് എങ്ങനെ എഴുതി? നമ്മുടെ നേരത്തെ റാബി ക്രോപ്പിൻ്റെ സെപ്റ്റംബറിലാണ് നമ്മൾ സെപ്റ്റംബർ ടു നവംബറാണ് സോ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ സെപ്റ്റംബർ ആൻഡ് മൺസൂൺ ആയതുകൊണ്ട് ജൂലൈ. ഓക്കെ, ജൂലൈ ടു സെപ്റ്റംബറിലാണ് നമ്മളിതിൻ്റെ സോ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സോൺ ഇൻ എന്താണ്? സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ സമയത്താണ് നമ്മളിത് സോ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ സമയത്ത് നമ്മൾ സോ ചെയ്യും. ഇനി ഇതിനെ ഹാർവെസ്റ്റ് ചെയ്യുന്നത് ഓട്ടത്തിലാണ്. നേരത്തെ നമ്മൾ ഓട്ടത്തിന് എഴുതി എന്തായിരുന്നു? സെപ്റ്റംബർ ടു നവംബറാണ് ഓട്ടത്തിൻ്റെ സമയം എന്ന് പറയുന്നത്, സെപ്റ്റംബർ ടു നവംബർ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ജൂലൈ ടു സെപ്റ്റംബർ സോ ചെയ്യും, സെപ്റ്റംബർ ടു നവംബർ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ ആണോ? അപ്പോൾ സോ ചെയ്യുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ സമയത്ത്, ഹാർവെസ്റ്റ് ചെയ്യുന്നത് ഓട്ടം. ഇനി നമ്മുടെ നിമ്മിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഡേറ്റ് പറയുന്നുണ്ട്. ഇവിടെ നോക്കുകയും ഇവിടെ നമ്മൾ ഒന്ന് പഠിച്ചാൽ മതി. 1 ഒക്ടോബർ മുതൽ 31 മാർച്ച് വരെയാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ 31 മാർച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഏതാ? 1 ഏപ്രിലാണ്. 1 ഏപ്രിൽ മുതൽ ഈ 1 ഒക്ടോബറിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ദിവസം എന്ന് പറയുന്നത് 30 സെപ്റ്റംബറാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഖാരിഫ് ക്രോപ്പിൻ്റെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാ? 1 ഏപ്രിൽ മുതൽ 30 സെപ്റ്റംബർ. നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചാൽ മതി അതിൻ്റെ അടുത്ത ദിവസം. അതായത് 1 ഒക്ടോബർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ തലേ ദിവസവും, 31 മാർച്ച് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസവും. അപ്പോൾ 1 ഏപ്രിൽ മുതൽ നമ്മുടെ 1 ഒക്ടോബർ എന്ന് പറയുമ്പോൾ അതിൻ്റെ തലേ ദിവസം ഏതാ? 30 സെപ്റ്റംബർ. ഇതുവരെയുള്ളതാണ് നമ്മുടെ ഖാരിഫ് ക്രോപ്പിൻ്റെ സമയം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതിന് ഇതിൻ്റെ നമ്മുടെ കുറേ എക്സാമ്പിൾസ് പഠിച്ചല്ലേ. ഈ എക്സാമ്പിൾസ് പോലെ നമുക്കിനി കുറച്ചൊന്നും കൂടി പഠിക്കാനുണ്ട്. ഖാരിഫ് ക്രോപ്പിൻ്റെ എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്. ഓക്കെ, അത് നമ്മൾ പഠിക്കാനായിട്ട് നമ്മൾ വീട്ടിൽ കഴിക്കുന്ന സാധനങ്ങൾ എന്താണ്? ആഹാരം കഴിക്കുമല്ലോ. സോ ഇതിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റൈസ്. ഓക്കെ,
റൈസ് എന്ന് പറഞ്ഞാൽ ഞാനിതൊരു പാട്ട് പോലെയാണ് പഠിക്കുന്നത്. റൈസ്, മെയ്സ്, ജോവർ, ബജ്ര, റാഗി. അത്രയും ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടണം. റൈസ്, മെയ്സ്, ജോവർ, ബജ്ര, റാഗി. ഇത് ഇത്രയും നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് വേണം. ഓക്കെ, ഇനി നമ്മളെപ്പോഴും ഡ്രസ്സൊക്കെ ഇടാറുണ്ടല്ലോ, സോ കോട്ടൺ. പിന്നെ അതിൻ്റെ കൂടെ ഗ്രൗണ്ട് നട്ട്. പിന്നെ ഞാൻ ഹോസ്റ്റലായിരുന്നപ്പോൾ എനിക്ക് കൂടുതലും സോയാബീൻ്റെ കറിയായിരുന്നു. അപ്പോൾ അത് ഞാൻ അതുകൊണ്ട് അങ്ങനെ ഓർക്കും, സോയാബീൻ. പിന്നെ ഉള്ളത് ടർമറിക്ക്. നമ്മൾ ഞാൻ ഹോസ്റ്റലായിരുന്നപ്പോൾ തന്നെ എന്താ മുഖത്തൊക്കെ അപ്പോഴപ്പോഴത്തെ ടർമറിക്കൊക്കെ തേക്കും. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്കത് ഓർക്കാൻ പറ്റും. നിങ്ങളും അതുപോലെ എന്തെങ്കിലും ഒരു കോഡ് വെച്ച് പഠിക്കാം. അപ്പോൾ ഇതിൽ ഈ റൈസ്, മെയ്സ്, ജോവർ, ബജ്ര, റാഗി ഇത് ഇത്ര ഒറ്റ സ്ട്രെസ് നമുക്ക് പറയാൻ പറ്റണം. പിന്നെ ഉള്ളത് നമ്മുടെ ഡ്രസ്സ്, കോട്ടൺ, ഗ്രൗണ്ട് നട്ട്, പിന്നെ ഹോസ്റ്റലിലുള്ള 2 സാധനങ്ങൾ ഏതൊക്കെയാണ്, സോയാബീനും ടർമറിക്കും. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ ഈ ഖാരിഫ് ക്രോപ്പിന് ശരിക്കും പറഞ്ഞാൽ ഈ റൈസിനൊക്കെ ഒരുപാട് വെള്ളം വേണം അല്ലേ. അപ്പോൾ റൈസിനാണ് കൂടുതൽ വെള്ളം വേണ്ടത് വെൻ കമ്പയർഡ്. നമ്മളിപ്പോൾ ഈ ലിൻസീഡ്, മസ്റ്റാർഡൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അധികം വെള്ളം വേണ്ട. അപ്പോൾ നമുക്ക് ഒരു പോയിന്റ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്, ഖാരിഫ് ക്രോപ്പ് റിക്വേഴ്സ്, ഈ ഖാരിഫ് ക്രോപ്പിന് 2 to 3 times more water than rabi crop. Okay, kharif crop requires 2 to 3 times more water than rabi crop. റാബി ക്രോപ്പിനെ വെച്ച് നോക്കുമ്പോൾ അതിന് 2 മുതൽ 3 മടങ്ങ് വരെ എന്ത് ചെയ്യണം, ഖാരിഫ് ക്രോപ്പിന് കൂടുതൽ വെള്ളം വേണം. അപ്പോൾ നമുക്കിവിടെ എഴുതാം, നമ്മളിപ്പോൾ ഒരു ഖാരിഫ് ഏരിയ ആണ് ഞാൻ ഇറിഗേറ്റ് ചെയ്യുന്നതെന്ന് വയ്ക്കുക. ഓക്കെ, ഖാരിഫ് ഏരിയ ഇറിഗേറ്റഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1/2 ടൈംസ് റാബി ക്രോപ്പ് ഇറിഗേറ്റഡ് ആയിരിക്കും. അതായത് സപ്പോസ് എനിക്കിതാ ഇവിടെ ഒരു റിസർവോയർ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് വെള്ളം കിട്ടാനായിട്ടൊരു സംഭവം ഉണ്ട്. ഓക്കെ, ഇത്രയും ഏരിയയിലാണ് ഞാൻ ഖാരിഫ് ക്രോപ്പ് ഇറിഗേറ്റ് ചെയ്യുന്നത്, ആൻഡ് ഇത്രയും ഏരിയയിലാണ് ഞാൻ എൻ്റെ റാബി ക്രോപ്പ് ഇറിഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് ഈ ഒരു ഇത്രയും വെള്ളം വെച്ചിട്ട് എനിക്ക് ഇവിടുത്തെ റാബി ക്രോപ്പിൻ്റെ ഫുൾ കംപ്ലീറ്റ് ഏരിയ എനിക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത്രയും അതേ സെയിം എമൗണ്ട് വെള്ളം വെച്ചിട്ട് എനിക്ക് എൻ്റെ ഖാരിഫ് ക്രോപ്പിൻ്റെ പകുതി ഏരിയ മാത്രമേ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ഖാരിഫ് ഏരിയ ഇറിഗേറ്റഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു റാബി ക്രോപ്പ് ഇറിഗേറ്റഡിൻ്റെ ഹാഫ് ടൈംസ്. ഓക്കെ, ഈ രണ്ടിടത്തും ഏരിയ എന്ന് പറയുന്നത് സെയിം ആണ്. ഖാരിഫിൻ്റെ ഏരിയയും റാബിയുടെ ഏരിയയും സെയിം ആണ്. ബട്ട് ഈ റാബിക്ക് നമുക്ക് അത്രയും വെള്ളം കൊണ്ട് ഫുൾ ഏരിയ ഇറിഗേറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഖാരിഫിന് അതിൻ്റെ പകുതി സ്ഥലം മാത്രമേ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് 3ാമത്തെ ടൈപ്പ് ക്രോപ്പ്, ദാറ്റ് ഈസ് സെയ്ദ് ക്രോപ്പ്. ഓക്കെ, ഈ സെയ്ദ് ക്രോപ്പിൽ നമ്മൾ പഠിച്ച റാബി ക്രോപ്പിനെ നമ്മൾ വിൻ്റർ ക്രോപ്പ് എന്ന് വിളിച്ചു, ഖാരിഫ് ക്രോപ്പിനെ മൺസൂൺ ക്രോപ്പ് എന്ന് വിളിച്ചു. ഇനി അതേപോലെ സെയ്ദ് ക്രോപ്പിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, ഇറ്റ് ഈസ് സമ്മർ ക്രോപ്പ്. എന്താണ്? സമ്മർ ക്രോപ്സ്, അല്ലെങ്കിൽ ഹോട്ട് വെതർ ക്രോപ്പ് എന്ന് വിളിക്കും, ഹോട്ട് വെതർ ക്രോപ്പ്. ഓക്കെ, ഇനി ഈ സെയ്ദ് ക്രോപ്പ് നമ്മൾ എപ്പോഴാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻ്റർവൽ ബിറ്റ്വീൻ റാബി ആൻഡ് ഖാരിഫ്. ഓക്കെ, എപ്പോഴാണ് റാബിയും ഖാരിഫിൻ്റെയും കൾട്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇടവേളയിലാണ് നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ സെയ്ദ് ക്രോപ്സിന് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൾട്ടിവേറ്റഡ് ഡ്യൂറിങ് ഇൻ്റർവൽ ബിറ്റ്വീൻ റാബി ആൻഡ് ഖാരിഫ് ക്രോപ്പ്. അപ്പോൾ ആ ഒരു സമയം ഏതാ? മാർച്ച് ടു ജൂൺ അല്ലേ? മാർച്ച് ടു ജൂണാണ് നമുക്കിവിടെ ഇനി ബാക്കി കിടക്കുന്നത്. ഈ ഡേറ്റ് നോക്കണ്ട നിങ്ങൾ, അല്ലാണ്ട് ഇവിടുത്തെ ഇപ്പോൾ ഈ മന്ത് നോക്കിക്കേ. ഇവിടെ ഇപ്പോൾ ഏതാ? സെപ്റ്റംബർ ടു നവംബർ, ഫെബ്രുവരി ടു മാർച്ച്. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്കും ജൂലൈ ടു സെപ്റ്റംബറും, സെപ്റ്റംബർ ടു നവംബറും. അപ്പോൾ അത്രയും സമയം വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഏതാ? മാർച്ച് ടു ജൂണാണ് ബാക്കിയുള്ളത്. ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെയ്ദ് ക്രോപ്പിന് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിന് എക്സാമ്പിൾ പഠിക്കാൻ എളുപ്പമാണ്. നമ്മൾ എന്താ പറഞ്ഞു ഇതിനെ? സമ്മർ ക്രോപ്പ് എന്നാണ് പറയുന്നത്. നമ്മൾ ചൂട് സമയത്ത് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഫ്രൂട്ട് ഏതാ? നമ്മുടെ വാട്ടർമെലൺ ആണ് അല്ലേ? അപ്പോൾ വാട്ടർമെലൺ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ കുക്കുംബർ മറ്റൊരു എക്സാമ്പിളാണ്. കുക്കുംബർ, പിന്നെ പംകിൻ. ഇത് 3ആണ് നമ്മുടെ സെയ്ദ് ക്രോപ്പിന് എക്സാമ്പിളായിട്ട് വരുന്നത്. കുക്കുംബർ, വാട്ടർമെലൺ, പംകിൻ.
ഓക്കെ ആണോ? അപ്പോൾ സമ്മർ ക്രോപ്പ് അല്ലെങ്കിൽ ഹോട്ട് വെതർ ക്രോപ്പ് എന്ന് വിളിക്കും. ഇത് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന റാബിക്കും കാരറ്റിനും ഇടയിലുള്ള ആ ഒരു ഇൻ്റർവെല്ലിലാണ്. മാർച്ച് ടു ജൂൺ ആണ് അതിൻ്റെ സമയം വരുന്നത്. കുക്കുംബറും വാട്ടർമെലണും പംകിനുമാണ് അതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഇനി നാലാമതൊരു ഇതുകൂടെ ഉണ്ട്. നാലാമത്തെ ക്രോപ്പ് എന്ന് പറയുന്നത് പെരണിയൽ ക്രോപ്പ്. ഏതാണ്? പെരണിയൽ ക്രോപ്പ് എന്ന് വിളിക്കും. അപ്പോൾ പെരണിയൽ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേര് നിങ്ങളിത് കേട്ടിട്ടുണ്ടായിരുന്നു. പെരണിയൽ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദ ഇയർ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ പെരണിയൽ ക്രോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ടേക്സ് ഫുൾ ഇയർ. എന്താണ്? ഫുൾ ഇയർ ഫോർ മെച്യൂരിറ്റി ആവാൻ വേണ്ടി ഇതിന് ഒരു വർഷം മുഴുവൻ വേണം. അപ്പോൾ ഇതിനെന്താണ്? ഇതിന് ത്രൂ ഔട്ട് ദി ഇയർ എന്ത് ചെയ്യണം? വെള്ളം വേണം. സോ ഇറ്റ് റിക്വയർസ് ഇറിഗേഷൻ വാട്ടർ. അതിന് ഇതിന് എക്സാമ്പിൾ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. നമ്മുടെ ഷുഗർ കെയിന് ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് വെള്ളം വേണം. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസിനും ഒക്കെ എന്ത് ചെയ്യണം? നമുക്ക് ത്രൂ ഔട്ട് ദ ഇയർ നമ്മൾ വെള്ളം കൊടുക്കേണ്ടി വരും. അതാണ് പെരണിയൽ ക്രോപ്പ് എന്ന് പറയുന്നത്. ടേക്സ് ഫുൾ ഇയർ ഫോർ മെച്യൂരിറ്റി ആൻഡ് റിക്വയർസ് ഇറിഗേഷൻ വാട്ടർ. ഷുഗർ കെയിന് സർട്ടൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ് നമ്മുടെ സോ ചെയ്യുന്നതിൻ്റെയും ഹാർവെസ്റ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ ബേസിലാണ് നമ്മളിപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോപ്സിനെ പറ്റി പറഞ്ഞു. ഇനി നമുക്കല്ലാണ്ട് 2 ടൈപ്പ് ക്രോപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് ഡ്രൈ ക്രോപ്പ്. എന്താണ്? ഡ്രൈ ക്രോപ്പും ഉണ്ട്, വെറ്റ് ക്രോപ്സും ഉണ്ട്. ഓക്കെ, ഡ്രൈ ക്രോപ്പും വെറ്റ് ക്രോപ്പും അതെന്താണെന്ന് ജസ്റ്റ് ഒരു ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. അതെന്ന് പറഞ്ഞാൽ ഡ്രൈ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രൈ ക്രോപ്പാണ്. അപ്പോൾ നമുക്ക് എന്താ അവിടെ നമ്മൾ ഇറിഗേഷൻ വാട്ടർ കൊടുക്കണ്ട. അല്ലാണ്ട് തന്നെ അത് എന്താണ് ഗ്രോ ചെയ്യുന്ന ക്രോപ്പിനെയാണ് നമ്മൾ ഡ്രൈ ക്രോപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോ ഇറിഗേഷൻ വാട്ടർ. ഇവിടെ എന്ത് വേണ്ട? ഇറിഗേഷൻ വാട്ടർ വേണ്ട. പക്ഷേ വെറ്റ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ അതിന് ഇറിഗേഷൻ വാട്ടർ ഇല്ലാണ്ട് അതിന് ഗ്രോ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇതിനെന്താണ്? റിക്വയർസ് ഇറിഗേഷൻ വാട്ടർ. ഓക്കെ, റിക്വയർസ് ഇറിഗേഷൻ വാട്ടർ. അപ്പോൾ ഡ്രൈ ക്രോപ്പിന് വെള്ളം വേണ്ട, നമ്മൾ വാട്ടർ ഇറിഗേറ്റ് ചെയ്യേണ്ട. ബട്ട് വെറ്റ് ക്രോപ്പിനാണെന്നുണ്ടെങ്കിൽ ഇറ്റ് കനോട്ട് ഗ്രോൺ വിത്തൗട്ട് ഇറിഗേഷൻ വാട്ടർ. അപ്പോൾ ഇതിന് ഡ്രൈ ക്രോപ്പിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ വീറ്റാണ്. ഇനി നിങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പറയാം. എനിക്ക് സാധാരണ ഗോതമ്പിൻ്റെ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര വെള്ളദാഹമായിരിക്കും. അപ്പോൾ അത് വളരുന്നത് തന്നെ ഡ്രൈ ക്രോപ്പായിട്ടല്ലേ. അതുകൊണ്ടാണ് അത് നമ്മൾ കഴിച്ച് കഴിയുന്നത് ഒരുപാട് വെള്ളം അബ്സോർബ് ചെയ്യുന്നത്. ഞാൻ വെറുതെ പറയുന്നതാണ്, നിങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീറ്റ് എന്ന് പറയുന്നത് ഡ്രൈ ക്രോപ്പാണ്. ഇനി വെറ്റ് ക്രോപ്പിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ റൈസാണ് വെറ്റ് ക്രോപ്പിന് എക്സാമ്പിൾ. ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ടേം പറയാനുള്ളത് ക്രോപ്പ് റേഷ്യോ എന്താണെന്ന്. ക്രോപ്പ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏരിയ ഇറിഗേറ്റഡ് ഇൻ റാബി സീസൺ ഡിവൈഡഡ് ബൈ ഏരിയ ഇറിഗേറ്റഡ് ഇൻ ഖാരിഫ് സീസൺ. ഓക്കെ, അപ്പോൾ നമ്മുടെ റാബി സീസണിൽ നമ്മൾ എത്ര ഏരിയ ഇറിഗേറ്റ് ചെയ്യുന്നു അതേ ഡിവൈഡഡ് ബൈ ഖാരിഫ് സീസണിൽ നമ്മൾ എത്ര ഏരിയ ഇറിഗേറ്റ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ ക്രോപ്പ് റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 2:1 ആണ്. അതെങ്ങനെ നമ്മൾ എഴുതി? നമ്മൾ നേരത്തെ ഖാരിഫിൻ്റെ കഥ പറഞ്ഞപ്പോഴത്തേക്കും നമ്മളിവിടെ എഴുതി ഖാരിഫ് ഏരിയ ഇറിഗേറ്റഡ് എന്ന് പറയുന്നത് ഹാഫ് ദ റാബി ഏരിയ ഇറിഗേറ്റഡ് ആണെന്ന് പറഞ്ഞു. സോ അതിൻ്റെ ബേസിലാണ് നമ്മളിവിടെ ഇപ്പോൾ ക്രോപ്പ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ് 2:1 എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഏരിയ ഇറിഗേറ്റഡ് ഇൻ റാബി സീസൺ ഡിവൈഡ് ബൈ ഏരിയ ഇറിഗേറ്റഡ് ഇൻ ഖാരിഫ് സീസൺ. ഓക്കെ, ഇനി നിങ്ങൾക്ക് കുറച്ച് ടേംസ് ആണ് പഠിക്കാനുള്ളത് ഇറിഗേഷനിൽ വരുമ്പോഴത്തേക്കും. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നോക്കാം, ക്രോപ്പ് പീരീഡ്. എന്താണ് ക്രോപ്പ് പീരീഡ് എന്നാണ് പറഞ്ഞത്. ക്രോപ്പ് പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോ ചെയ്യുന്നതിനും ഹാർവെസ്റ്റ് ചെയ്യുന്നതിനും ഇടയ്ക്കുള്ള ടൈം, അതിനെയാണ് നമ്മൾ ക്രോപ്പ് പീരീഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, അതായത് ഞാനിപ്പോൾ ഇന്നിപ്പോൾ 1-ാം തീയതിയാണെന്ന് വയ്ക്കാം. ഈ 1-ാം തീയതി ഞാൻ എന്ത് ചെയ്തു? സോ ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഹാർവെസ്റ്റ് ചെയ്യുന്നത് അടുത്ത വർഷം 1-ാം തീയതി അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞ് ഒരു 20-ാം തീയതിയാണ് ഞാൻ 6 months കഴിഞ്ഞിട്ട് 20-ാം തീയതിയാണ് ഞാൻ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് രണ്ടിനും ഇടയിലുള്ള ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ക്രോപ്പ് പീരീഡ് എന്ന് വിളിക്കുന്നത്. ദ ടൈം ബിറ്റ്വീൻ ഇൻസ്റ്റൻറ്റ് ഓഫ് സോയിങ് ടു ഇൻസ്റ്റൻറ്റ് ഓഫ് ഹാർവെസ്റ്റിംഗ്, അതിനെയാണ് ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത്.
ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, ദ ടോട്ടൽ ടൈം ഫോർ വിച്ച് എ ക്രോപ്പ് റിമൈൻസ് ഇൻ ദ ഫീൽഡ്. അതായത് എൻ്റെ ഈ ഒരു ഫീൽഡിൽ എത്ര നമ്മൾ വിത്തിട്ട് അത് മുളച്ചു, അത് തന്നെ ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ വരെ അത് ഈ ഫീൽഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ എത്ര സമയം വരെ ഈ ഫീൽഡിൽ ആ ക്രോപ്പ് റിമൈൻ ചെയ്യുന്നു, അതിനെ നമുക്ക് ക്രോപ്പ് പീരീഡ് എന്ന് പറയാം. ദ ടോട്ടൽ ടൈം ഫോർ വിച്ച് എ ക്രോപ്പ് റിമൈൻസ് ഇൻ ദ ഫീൽഡ്, അതിനെയാണ് നമ്മൾ ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഡെഫിനേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം കേട്ടോ. അപ്പോൾ ടൈം ബിറ്റ്വീൻ ഇൻസ്റ്റൻറ്റ് ഓഫ് സോയിങ് ടു ഇൻസ്റ്റൻറ്റ് ഓഫ് ഹാർവെസ്റ്റിംഗ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്രോപ്പ് പീരീഡ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഡെഫിനിഷൻ പറയാം, ടോട്ടൽ ടൈം ഫോർ വിച്ച് എ ക്രോപ്പ് റിമൈൻസ് ഇൻ ദ ഫീൽഡ്, അതിനെയും നമുക്ക് ക്രോപ്പ് പീരീഡ് എന്ന് വിളിക്കാം. ഓക്കെ ആണോ? ഇനി അടുത്ത നമ്മുടെ ഒരു ടേം എന്ന് പറയുന്നത് എന്താണ്, ബേസ് പീരീഡ്. ബേസ് പീരീഡ് എന്ന് പറഞ്ഞാൽ ദ ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ഫസ്റ്റ് വാട്ടറിങ് അറ്റ് ദ ടൈം ഓഫ് സോയിങ്. ഓക്കെ, നമ്മൾ സോ ചെയ്യുന്ന സമയത്ത് ആദ്യം ഞാൻ എന്ത് ചെയ്തു, വാട്ടർ കൊടുത്തു. ഓക്കെ, ആ ഫസ്റ്റ് വാട്ടറിങ് മുതൽ ലാസ്റ്റ് വാട്ടറിങ് ബിഫോർ ഹാർവെസ്റ്റിംഗ്, അതായത് ഈ ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, വെള്ളം കൊടുക്കും അല്ലേ അതിന്. അപ്പോൾ ആ ലാസ്റ്റ് വാട്ടറിങ്ങിന് ഇടയിലുള്ള സമയം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബേസ് പീരീഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വാട്ടറിങ് അറ്റ് ദ ടൈം ഓഫ് സോയിങ്, നമ്മൾ വിതയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, വെള്ളം ഒഴിക്കും. അതുമുതൽ ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേയും നമ്മൾ എന്ത് ചെയ്യും, വെള്ളം നനയ്ക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് നാളെ എനിക്ക് ഹാർവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇന്നായിരിക്കും ഞാൻ വെള്ളം ഒഴിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഇന്ന് വരെയുള്ള ദിവസം, അതാണ് നമ്മൾ ബേസ് പീരീഡ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ഫസ്റ്റ് വാട്ടറിങ് അറ്റ് ദ ടൈം ഓഫ് സോയിങ്, അതായത് വിതയ്ക്കുന്ന സമയത്തുള്ള ഫസ്റ്റ് വാട്ടറിങ് ടു ദ ലാസ്റ്റ് വാട്ടറിങ് ബിഫോർ ഹാർവെസ്റ്റിംഗ്, അതിനാണ് ബേസ് പീരിയഡ്, ബി എന്നാണ് അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ എന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്ത് നമുക്കൊരു ടേം പഠിക്കാനുള്ളത് എന്താണ്, ഡ്യൂട്ടി. അതിനെ നമ്മൾ ക്യാപിറ്റൽ ഡി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഡ്യൂട്ടിയുടെ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതുവാണെങ്കിൽ ഡ്യൂട്ടി ഈസ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ ഡിസ്ചാർജ്. ഓക്കെ, ഏരിയ ഡിവൈഡഡ് ബൈ ഡിസ്ചാർജ് എന്നാണ്. സോ ഇതിൻ്റെ യൂണിറ്റ് നമുക്ക് എങ്ങനെ എഴുതാം, ഞാൻ എന്താണ് കാര്യമെന്ന് പറഞ്ഞുതരാം. യൂണിറ്റ് എഴുതുന്നത് ഹെക്ടർ പെർ ക്യൂമെക് എന്നാണ്. ക്യൂമെക് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. 1 ക്യൂമെക് ഈക്വൽ ടു 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്, അതായത് നമ്മുടെ ഡിസ്ചാർജിൻ്റെ യൂണിറ്റ്. ആൻഡ് 1 ഹെക്ടർ എന്ന് പറയുന്നത് എത്രയാണ്, മീറ്റർ സ്ക്വയറാണ്, 10⁴ മീറ്റർ സ്ക്വയർ. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യാൻ വേണ്ടതാണ്. അപ്പോൾ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഏരിയ ഡിവൈഡ് ബൈ ഡിസ്ചാർജ് ആണ്. അതായത് ഏരിയ ഓഫ് ലാൻഡ് ഇൻ ഹെക്ടർ, അതായത് ഇത്രയും ഏരിയ. ഓക്കെ, ഇതാണ് എൻ്റെ ഏരിയ ഇൻ ഹെക്ടർ വിച്ച് ക്യാൻ ബി ഇറിഗേറ്റഡ് യൂസിങ് 1 ക്യൂമെക് ഓഫ് വാട്ടർ. അതായത് എൻ്റെ 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലെ വാട്ടർ ഉള്ളൂ. ഓക്കെ, എൻ്റെ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡാണ്. അങ്ങനെ ഈ 1 മീറ്റർ ക്യൂബ് സെക്കൻഡ് വെച്ചിട്ട് എനിക്ക് ഇതിൽ എത്ര ഏരിയ ഇറിഗേറ്റ് ചെയ്യാം, സേതാ ഇത്ര ഏരിയയെ എനിക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ ഏരിയയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഞാൻ ഡ്യൂട്ടി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒന്നും കൂടെ, ഒരു 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിൽ വരുന്ന ആ ഒരു വാട്ടറിനെ വെച്ചിട്ട് എനിക്ക് എത്ര ഏരിയ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഏരിയ ഓഫ് ലാൻഡ് ഇൻ ഹെക്ടർ. അപ്പം നമ്മൾ അതിൻ്റെ എന്താണ് ഡെഫിനിഷൻ എഴുതുവാണെങ്കിൽ ഏരിയ ഓഫ് ലാൻഡ് ഇൻ ഹെക്ടർ വിച്ച് ക്യാൻ ബി ഇറിഗേറ്റഡ് യൂസിങ് 1 ക്യൂമെക് ഓഫ് വാട്ടർ. ഓക്കെ, 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വാട്ടർ വെച്ചിട്ട് എനിക്ക് എത്ര ഏരിയ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ഡ്യൂട്ടി എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് അറിയണം, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹെക്ടർ പെർ ക്യൂമെക് ആണ്. അത് യൂണിറ്റിൽ തന്നെ നമുക്ക് പറയാം, 1 ക്യൂമെക് വെച്ചിട്ട് നമുക്ക് എത്ര ഏരിയ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഡ്യൂട്ടി ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരും കൂടെ ഉണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇറിഗേഷൻ കപ്പാസിറ്റി ഓഫ് വാട്ടർ. എന്താണ് ഇറിഗേഷൻ കപ്പാസിറ്റി ഓഫ് വാട്ടർ? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇറിഗേഷൻ കപ്പാസിറ്റി ഓഫ് വാട്ടർ എന്നും വിളിക്കും നമ്മളിതിനെ. ഇനി ഇതിന് ഏതിനാണ് ഏറ്റവും കൂടുതൽ ഡ്യൂട്ടി എന്ന് നമ്മൾ അറിയണം. അത് റാബി ക്രോപ്പിനാണോ കാരിഫ് ക്രോപ്പിനാണോ? നമ്മുടെ റാബി ക്രോപ്പിനാണ് ഹയർ ഡ്യൂട്ടി കമ്പയർഡ് ടു കാരിഫ് ക്രോപ്പ്. റാബി ക്രോപ്പിനാണ് എന്താണ് ഡ്യൂട്ടി എന്ന് പറയുന്നത് കൂടുതൽ വെൻ കമ്പയർഡ് ടു കാരിഫ്. ഓക്കെ, കാരിഫിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും റാബി ക്രോപ്പിനാണ് ഡ്യൂട്ടി കൂടുതൽ. കാരിഫ് ക്രോപ്പിന് എങ്ങനെയാണ് ഡ്യൂട്ടി കുറവാണ്. കാരണം എന്താ, വെള്ളം നമ്മൾ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി, ഡ്യൂട്ടി കൂടണമെങ്കിൽ നമ്മളതിൽ വെള്ളം കുറച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചു വെച്ചോ, ഡ്യൂട്ടി കുറവ് എന്ന് നമ്മളെപ്പോൾ പറയും,
ഒന്നുകിൽ ഒരുപാട് വെള്ളം കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഡ്യൂട്ടി കുറവായിരിക്കും. അതുപോലെ തന്നെ വെള്ളം ഒരുപാട് നഷ്ടപ്പെടുവാണെങ്കിൽ ഡ്യൂട്ടി കുറവായിരിക്കും. ഒരുപാട് വെള്ളം കൊടുക്കുവാണെങ്കിൽ ഡ്യൂട്ടി കുറവായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് വെള്ളം നഷ്ടപ്പെടുവാണെങ്കിൽ ഡ്യൂട്ടി കുറവായിരിക്കും. അപ്പോൾ ഇവിടെ കാരിഫ് ക്രോപ്പിന് നമ്മൾ പറഞ്ഞു നമ്മുടെ റാബി ക്രോപ്പിന് കൊടുക്കുന്നതിനേക്കാളും ഒരുപാട് വെള്ളം കൂടുതൽ കൊടുക്കണം അല്ലേ. അപ്പോൾ കാരിഫ് ക്രോപ്പിന് എങ്ങനെയാണ് ഡ്യൂട്ടി കുറവും, റാബി ക്രോപ്പിന് ഡ്യൂട്ടി കൂടുതലുമായിരിക്കും. അതുപോലെ ഡ്രിപ്പ് ആൻഡ് സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ നിങ്ങൾ ഇതിലിപ്പോൾ ഞാൻ ക്ലാസ് എടുത്തിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് അറിയായിരിക്കും ഡ്രിപ്പ് ആൻഡ് സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ. അപ്പോൾ ഇതിൽ ഡ്രിപ്പ് ആൻഡ് സ്പ്രിങ്ക്ലർ ഇറിഗേഷന് ഡ്യൂട്ടി കൂടുതലാണ്. കാരണം എന്താ, അത് നമ്മൾ റൂട്ട് സോണിൽ അല്ലെങ്കിൽ സബ്സർഫസ് ലെയറിലൊക്കെയാണ് നമ്മൾ വാട്ടർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് ആ പ്ലാന്റിന് കറക്റ്റായിട്ട് വെള്ളം എടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രിപ്പ് ആൻഡ് സ്പ്രിങ്ക്ലർ ഇറിഗേഷനും ഡ്യൂട്ടി കൂടുതലായിരിക്കും. കാരണം അവിടെ വാട്ടർ നഷ്ടപ്പെടുന്നുണ്ടോ വെറുതെ? ഇല്ല. ഫ്ലഡ് ഇറിഗേഷനിലൊക്കെ ആണെങ്കിൽ എന്താ, നമ്മൾ വെറുതെ വാട്ടർ നഷ്ടപ്പെടുത്തുവാണ്. അങ്ങനെയല്ല, ഡ്രിപ്പ് ആൻഡ് സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ ആണെങ്കിൽ അതിന് ആവശ്യമുള്ള വാട്ടറേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനെങ്ങനെയായിരിക്കും ഡ്യൂട്ടി കൂടുതലായി. ഡ്രിപ്പ് ആൻഡ് സ്പ്രിങ്ക്ലർ ഇറിഗേഷനും ഹയസ്റ്റ് ഡ്യൂട്ടി ആയിരിക്കും. അതപ്പോൾ എവിടെയെങ്കിലും എഴുതി നോട്ട് ചെയ്തോളണം. ഡ്രിപ്പ് ആൻഡ് സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ, ഡ്രിപ്പ് ആൻഡ് സ്പ്രിങ്ക്ലർ ഇറിഗേഷന് ഡ്യൂട്ടി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഹൈ ഡ്യൂട്ടി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ റാബി ക്രോപ്പിനാണ് ഡ്യൂട്ടി കൂടുതൽ വെൻ കമ്പയർഡ് ടു കാരിഫ് ക്രോപ്പ്. ഇത്രയും അറിഞ്ഞിരിക്കാം. ദെൻ അടുത്ത ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡ്യൂട്ടി. ഓക്കെ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡ്യൂട്ടി നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഓർക്കുക. അതായത് വെള്ളം ഒരുപാട് കൊടുക്കേണ്ടി വന്നാലും ഡ്യൂട്ടി കുറവായിരിക്കും, വെള്ളം ഒരുപാട് നഷ്ടപ്പെടുമ്പോഴും ഡ്യൂട്ടി കുറവായിരിക്കും. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡ്യൂട്ടി നമ്മൾ ചോദിക്കുകയാണ്. ആദ്യം ഞാൻ ടെമ്പറേച്ചർ. ഓക്കെ, നമ്മളിപ്പോൾ പഠിക്കുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞേക്കുന്നത് ടെമ്പറേച്ചറാണ്. അപ്പോൾ ടെമ്പറേച്ചർ കാരണം വെള്ളം നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വെള്ളം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് കുറവായിരിക്കും. അതുപോലെ തന്നെ വിൻഡ് സ്പീഡ് കൂടുകയാണ്. വിൻഡ് സ്പീഡ് കൂടുന്തോറും വെള്ളം നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്. സോ അന്നേരവും ഡ്യൂട്ടി കുറവായിരിക്കും. ഹ്യൂമിഡിറ്റി കൂടുതലാണെങ്കിൽ വെള്ളം പെട്ടെന്ന് നഷ്ടപ്പെടുമോ? ഇല്ല. ഹ്യൂമിഡിറ്റി കൂടുതലാണെങ്കിൽ വെള്ളം അധികം നഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഡ്യൂട്ടി കൂടുതലായിരിക്കും. ഇനി റെയിൻഫോൾ കൂടുതലാണെങ്കിലും വെള്ളം അധികം നഷ്ടപ്പെടുന്നില്ല. ശരിക്കും നമ്മൾ ഈ ഡ്യൂട്ടിയും ഡെൽറ്റയൊക്കെ പറയുന്ന ഇതിനാണ് ഇറിഗേഷൻ വാട്ടറിനാണ് നമ്മൾ പറയുന്നത്. അത് നമ്മളായിട്ട് ആർട്ടിഫിഷ്യലി കൊടുക്കുന്ന വാട്ടർ. റെയിൻഫോൾ എന്ന് പറഞ്ഞ ഒരു നാച്ചുറലി ഒക്കറിങ് ആണ്. സോ റെയിൻഫോൾ കൂടുതലാണെങ്കിൽ ഡ്യൂട്ടി നമ്മൾ കൊടുക്കേണ്ട വാട്ടറിൻ്റെ ഡ്യൂട്ടി എങ്ങനെയാണ്? കൂടുതലായിരിക്കും. കാരണം നമ്മൾ കുറച്ച് വെള്ളം കൊടുത്താൽ മതി. ഇനി ലൈൻഡും അൺലൈൻഡ് കനാലും ഉണ്ട്. അപ്പോൾ ലൈൻഡ് കനാലാണെന്നുണ്ടെങ്കിൽ അവിടെ വെള്ളം നഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഡ്യൂട്ടി കൂടുതലായിരിക്കും. പക്ഷേ അൺലൈൻഡ് കനാലെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നിന്ന് നമുക്ക് വെള്ളം നഷ്ടപ്പെടും. സോ അന്നേരം ഡ്യൂട്ടി കുറവായിരിക്കും. ഓക്കെ, ഇനി പെരണിയലുണ്ട്, ഇനൻറ്റേഷൻ ഇറിഗേഷൻ ഉണ്ട്. പെരണിയൽ ഇറിഗേഷൻ ആണെന്നുണ്ടെങ്കിൽ പെരണിയൽ ഇറിഗേഷൻ എന്നത്തേക്കും ഡ്യൂട്ടി കൂടുതലായിരിക്കും. ഇനൻറ്റേഷൻ ഇറിഗേഷൻ ആണെങ്കിൽ ഡ്യൂട്ടി കുറവായിരിക്കും. അപ്പോൾ ഈ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ ആ സിലബസ് ഫോക്കസ് ചെയ്താണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ജസ്റ്റ് ആ പെരണിയൽ ഇറിഗേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ പറഞ്ഞു പെരണിയൽ ഇറിഗേഷൻ ആണെങ്കിൽ ഡ്യൂട്ടി കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ഒരു കനാൽ സിസ്റ്റം യൂസ് ചെയ്ത് നമ്മൾ ത്രൂ ഔട്ട് ദ ഇയർ നമ്മുടെ വാട്ടർ എത്രയാണോ റിക്വയർമെൻറ്റ്, ആ ഒരു ക്രോപ്പിന് എത്രയാണോ റിക്വയർമെൻറ്റ് അതിനനുസരിച്ച് മാത്രം നമ്മളൊരു കനാൽ സിസ്റ്റം വഴി വെള്ളം കൊടുക്കും. വാട്ടർ സപ്ലൈ ത്രൂ ഔട്ട് ദി ഇയർ അക്കോർഡിംഗ് ടു ഫ്ലോ റിക്വയർമെൻറ്റ്സ് ത്രൂ എ കനാൽ സിസ്റ്റം. അതാണ് പെരണിയൽ ഇറിഗേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദി ഇയർ നമ്മൾ വെള്ളം കൊടുക്കും, ബട്ട് ഒരു കനാൽ സിസ്റ്റം വഴിയാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത്. ആൻഡ് അവിടെ എന്താണോ റിക്വയർമെൻറ്റ്, വെള്ളം എപ്പോഴാണോ ആവശ്യം അത്രയും എമൗണ്ട് മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ, വാട്ടർ സപ്ലൈ ചെയ്യത്തുള്ളൂ. അതിനാണ് പെരണിയൽ ഇറിഗേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പെരണിയൽ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അവിടെ വെള്ളം നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ്. നമ്മൾ ആവശ്യത്തിന് വെള്ളം കൊടുക്കുന്നുള്ളൂ, കനാൽ ഇറിഗേഷൻ വഴി കൺട്രോൾ ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയായിരിക്കും? ഡ്യൂട്ടി കൂടുതലായിരിക്കും. ഇനി ഇനൻറ്റേഷൻ ഇറിഗേഷൻ്റെ മറ്റൊരു പേര് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഫ്ലഡ് ഇറിഗേഷൻ എന്നാണ്. ഫ്ലഡ് ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഫ്ലഡാണ്. അതായത് നമ്മൾ ഫ്ലഡിൻ്റെ സമയത്ത് ആ ഫ്ലഡ് വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യും? ഫീൽഡിലേക്ക് ഇറിഗേഷന് വേണ്ടിയിട്ട് ഡൈവേർട്ട് ചെയ്ത് വിടും.
ഓക്കെ, അതിനെയാണ് നമ്മൾ ഫ്ലഡ് ഇറിഗേഷൻ. അപ്പോൾ അവിടെ എന്തില്ല, ഒരു കനാൽ സിസ്റ്റവും ഇല്ല, ഒരു ഹെഡ് വർക്ക്സ് ഒന്നും ഇല്ല, അതായത് ഒരു കൺട്രോളും ഇല്ല. വെറുതെ ഫ്ലഡ് വാട്ടറിനെ നമ്മൾ ഫീൽഡിലേക്ക് കടത്തിവിടാം. അപ്പോൾ അവിടെ എന്തോ വെറുതെ ആവശ്യത്തിൽ കൂടുതലും വെള്ളം നമ്മൾ ഫീൽഡിലേക്ക് കടത്തി വിടുന്നുണ്ട്. അപ്പോൾ വെള്ളം കൂടുതൽ കൊടുക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള വെള്ളം എന്തോ വെറുതെ ഇവാപ്പറേറ്റ് ചെയ്ത് പോവുക ചെയ്യുന്നത്, വെള്ളം നഷ്ടപ്പെടുകയും. അപ്പോൾ എന്താണ് അവിടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കുറവായിരിക്കും. അതാണ് പെരനൈൽ ഇനൻറ്റേഷൻ. പെരനൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കനാൽ സിസ്റ്റമൊക്കെ വഴി നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇനൻറ്റേഷൻ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലഡ് വാട്ടറിനെ എന്ത് ചെയ്യും, ഡയറക്റ്റ്ലി നമ്മുടെ ഫീൽഡിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് എന്താണ് സോഴ്സ് എന്നുള്ള ഫ്ലഡ് വാട്ടർ ആയതുകൊണ്ട് തന്നെ അവിടെ ഡ്യൂട്ടി കുറവായിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രിപ്പ് ആൻഡ് സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ കൂടി ഞാൻ പറയാം. അത് കുറച്ച് മുന്നേ ഞാനിവിടെ പറഞ്ഞതാണ്. ഈ ഡ്രിപ്പ് ഇറിഗേഷൻ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരും കൂടെ ഉണ്ട്, ട്രിക്കിൾ ഇറിഗേഷൻ എന്ന് വിളിക്കും. എന്താണ് ട്രിക്കിൾ ഇറിഗേഷൻ? അതായത് നമ്മൾ വാട്ടർ എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എവിടെ അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ റൂട്ട് സോണിൽ. അതായത് ഇതാണ് ഇപ്പം നമ്മളെ പ്ലാന്റ്, അതിൻ്റെ എന്താണ് റൂട്ടാണിത്. സോ ഇതാണ് അതിൻ്റെ റൂട്ട് സോൺ എന്ന് വയ്ക്കുക, റൂട്ട് സോൺ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വാട്ടർ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഈ റൂട്ട് സോണിലാണ് എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതിന് വെള്ളമൊന്നും വേപ്പറായിട്ടൊന്നും അധികം പോകത്തില്ല. റൂട്ട് സോണിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ റൂട്ട്സിനൊക്കെ ഡയറക്റ്റ്ലി അതിനെന്ത് വലിച്ചെടുക്കാൻ പറ്റും മണ്ണിൽ നിന്ന്. ഓക്കെ, അപ്പോൾ വാട്ടർ സ്കേഴ്സിറ്റി ഉള്ള ഏരിയാസിലാണ് നമ്മൾ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ എന്താണ്, ഇവിടെ നമ്മളിപ്പോൾ വെള്ളം നഷ്ടപ്പെടാനുള്ള ഇത് കുറവായതുകൊണ്ട് തന്നെ ഇവിടെ ഡ്യൂട്ടി എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും. ഇനി സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പ്രിങ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ വാട്ടർ അപ്ലൈ, അതായത് വളരെ കുറച്ച് വെള്ളം മാത്രം നമ്മൾ എന്ത് ചെയ്യും, സ്പ്രിങ് ചെയ്ത് വിടുക എന്ന് പറയത്തില്ലേ, എനിക്കതിനിപ്പോൾ കറക്റ്റ് ഒരു പേര് കിട്ടുന്നില്ല, എന്തായാലും സ്പ്രിങ് ചെയ്ത് വിടുക എന്ന് പറയും. ഓക്കെ, വാട്ടർ ഇസ് സപ്ലൈഡ് ഇൻ ദ ഫോം ഓഫ് സ്പ്രിങ്. മോസ്റ്റ് സ്യൂട്ടഡ് ഫോർ പ്ലേസസ് വെയർ ലാൻഡ് ഗ്രേഡിയൻ്റ് സ്റ്റീപ്പ് ആൻഡ് സോയിൽ ഈസ് ഈസിലി ഇറോഡബിൾ. അതായത് പെട്ടെന്ന് വെള്ളമൊക്കെ കുറച്ച് വീണാലും സോയിൽ പെട്ടെന്ന് ഇറോഡായി പോകുന്ന സ്ഥലങ്ങളിലും അതുപോലെ തന്നെ നല്ല സ്റ്റീപ്പായിട്ടുള്ള ഗ്രേഡിയൻ്റ് ഉള്ള സ്ഥലങ്ങളിലുമാണ് നമ്മൾ സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ ചെയ്യുന്നത്. അതാകുമ്പോൾ വെള്ളം പെട്ടെന്നൊന്നും കുത്തിയൊലിച്ചൊന്നും പോകത്തില്ല. ഓക്കെ, അപ്പോൾ അവിടെ നഷ്ടമൊന്നുമില്ല. അപ്പോൾ അവിടെ എന്തായിരിക്കും, ഡ്യൂട്ടി കൂടുതലായിരിക്കും. ഓക്കെ, ജസ്റ്റ് ആ ഒരു ടേംസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിക്കുന്നതാണ്. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് ഒരു ടേം പഠിക്കാം. അപ്പോൾ നമ്മൾ ഡ്യൂട്ടി പഠിച്ചു, ബേസ് പീരീഡ് പഠിച്ചു. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഡെൽറ്റ. എന്താണ് ഡെൽറ്റ നമ്മൾ ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നമുക്കൊരു ഇക്വേഷൻ എഴുതാം. ഡെൽറ്റ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ അപ്ലൈഡ് ഡിവൈഡഡ് ബൈ ഏരിയ ഓൺ വിച്ച് ഇറ്റ് ഈസ് അപ്ലൈഡ്. ഇതിൻ്റെ യൂണിറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ പറയാൻ പറ്റുമായിരിക്കും. അതായത് വോളിയം ഡിവൈഡഡ് ബൈ ഏരിയ എന്നല്ലേ വന്നേക്കുന്നത്. അതായത് മീറ്റർ ക്യൂബ് ബൈ മീറ്റർ സ്ക്വയർ. അപ്പോൾ എന്ത് വരും, മീറ്റർ എന്ന് വരും. അതായത് നമുക്കൊരു ഡെപ്താണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഡെൽറ്റയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ്, ഡെപ്താണ്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് വരുന്ന മീറ്ററോ സെൻറ്റിമീറ്ററോ മില്ലിമീറ്ററോ. യൂണിറ്റ് മീറ്റർ ഓർ സെൻറ്റിമീറ്റർ ഓർ മില്ലിമീറ്റർ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡെൽറ്റയെ പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ നോക്കിയേ, വോളിയം ഓഫ് വാട്ടർ അപ്ലൈഡ് ഡിവൈഡ് ബൈ ഏരിയ ഓൺ വിച്ച് ഇറ്റ് ഈസ് അപ്ലൈഡ്. അതായത് ഇവിടെ നമ്മൾ ഡെഫിനിഷൻ പറയുന്നത് ദ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ഫോർ കംപ്ലീറ്റ് ഗ്രോത്ത് ഓഫ് എ വാട്ടർ. കംപ്ലീറ്റ് ഗ്രോത്ത് ഓഫ് എ ക്രോപ്പ്. ഒരു ക്രോപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര ഡെപ്ത് വാട്ടർ നമ്മൾ കൊടുക്കണം, അതാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പം ഒരു 5 മീറ്റർ ക്യൂബ് വാട്ടർ വേണം. എത്ര, 5 മീറ്റർ, ഒരു 500 മീറ്റർ ക്യൂബ് വാട്ടർ വേണം ഒരു ഹെക്ടർ ഏരിയയിൽ നമുക്ക് കൊടുക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഡിവൈഡഡ് ബൈ, അതായത് 500 മീറ്റർ ക്യൂബ് ഡിവൈഡഡ് ബൈ 1 × 10⁴ മീറ്റർ സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഡെപ്ത്, അത് നമുക്ക് മീറ്ററിലാണ് കിട്ടുന്നത്. ആ ഒരു ഡെപ്ത്, അത്രയും ഡെപ്ത് വാട്ടർ നമ്മൾ കൊടുത്താലേ എന്താണ് അവിടുത്തെ ക്രോപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഗ്രോ ചെയ്യത്തുള്ളൂ. അതിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഡെഫിനേഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ഫോർ complete growth of a crop.
ഒരു ക്രോപ്പിൻ്റെ കംപ്ലീറ്റ് ഗ്രോത്തിന് നമുക്ക് ടോട്ടൽ എത്ര ഡെപ്ത് വാട്ടർ കൊടുക്കേണ്ടി വരും, അതിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് വരുന്നതിൽ തന്നെയാണ് ഡെപ്തിലാണ്, അതായത് മീറ്റർ, സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മില്ലിമീറ്ററിലാണ് നമ്മൾ അതിൻ്റെ യൂണിറ്റ് വരുന്നത്. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് എന്താണ്? വോളിയം ഓഫ് വാട്ടർ അപ്ലൈഡ് ഡിവൈഡ് ബൈ ഏരിയ ഓൺ വിച്ച് ഇറ്റ് ഈസ് അപ്ലൈഡ്. ഇനി ഈ ആവറേജ് ഡെൽറ്റ വാല്യൂസ് നമ്മൾ ഓരോന്നിനും പഠിക്കണം. ഓക്കെ, എന്താണ് ആവറേജ് ഡെൽറ്റ വാല്യൂസ്? വളരെ കുറച്ച് സാധനങ്ങൾക്കേ ഉള്ളൂ. അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് റൈസ്. ഓക്കെ, റൈസിനും അതുപോലെ തന്നെ ഷുഗർ കെയിൻ, ഇതിന് രണ്ടിനും ആവറേജ് ഡെൽറ്റ വാല്യൂ എന്ന് പറയുന്നത് 120 സെൻറ്റിമീറ്റർ ആണ്. ഇനി കോട്ടൺ, അതിന് 50 സെൻറ്റിമീറ്ററും വീറ്റിനാണെങ്കിൽ 40 സെൻറ്റിമീറ്റർ. നമ്മൾ നേരത്തെ വീറ്റിനെ ഡ്രൈ വെതർ ക്രോപ്പ് എന്നും റൈസിനെ വെറ്റ് വെതർ ക്രോപ്പ് എന്നും പറഞ്ഞു. അതായത് നമുക്ക് വെള്ളം അധികം ഇല്ലെങ്കിലും വീറ്റ് വളർന്നോളും, അതുകൊണ്ടാണ് അവിടെ ഈ ഒരു ഡെൽറ്റ വാല്യൂ കുറഞ്ഞു വന്നത്. എന്നാൽ റൈസ് നമുക്കറിയാം എന്താ, വെള്ളം കെട്ടി നിർത്തേണ്ടി വരും. അവിടെ എന്താണ് ഡെൽറ്റ വാല്യൂ കൂടുതലായിരിക്കും, 120 സെൻറ്റിമീറ്റർ. ഓക്കെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ഫോർ കംപ്ലീറ്റ് ഗ്രോത്ത് ഓഫ് എ ക്രോപ്പ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിനി ഇവിടുത്തെ ഒരു റിലേഷൻ വേണം. ദാറ്റ് ഈസ്, ഈ റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ദാറ്റ് ഈസ് ഡെൽറ്റ ഇൻ സെൻറ്റിമീറ്റർ ഈക്വൽ ടു 864 B/D. ഇതിൽ ഡി എന്ന് പറയുന്നത് ഇൻ ഹെക്ടർ പെർ ക്യൂമക് ആണ്. ക്യൂമക് എന്ന് പറഞ്ഞാൽ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ആൻഡ് ബി ഈസ് ഇൻ ഡേയ്സ്. ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ ബേസ് പീരീഡ് ആയിരുന്നു. ഡി എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂട്ടി, ആൻഡ് ഡെൽറ്റ എന്ന് പറയുന്നത് ഈ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ഫോർ കംപ്ലീറ്റ് ഗ്രോത്ത് ഓഫ് എ ക്രോപ്പ്. അപ്പോൾ ഈ ഡ്യൂട്ടിയും ഡെൽറ്റയും നമ്മൾ ഈ ഒരു റിലേഷൻ ഇത് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് എപ്പോഴും ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും നിങ്ങൾക്ക് കാണാം. ഡെൽറ്റ ഇസ് ഈക്വൽ ടു 864 B/D. അപ്പോൾ അതിൽ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഇൻ സെൻറ്റിമീറ്ററിലാണ് വരുന്നത്, ബി ഇൻ ഡേയ്സ് ആൻഡ് ഡി ഇൻ ഹെക്ടർ പെർ ക്യൂമക്. ഇനി നിങ്ങൾക്ക് ഡെൽറ്റയെ മീറ്ററിൽ വേണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഇതിനെ ജസ്റ്റ് ഡിവൈഡഡ് ബൈ 100 ചെയ്ത്, അപ്പോൾ 8.64 B/D എന്ന് വരും. അതിൽ ബി ഇൻ ഡേയ്സ് തന്നെയാണ്, ഡി ഇൻ ഹെക്ടർ പെർ ക്യൂമക്ക് തന്നെയാണ്, ആൻഡ് ഡെൽറ്റ എന്ന് പറയുന്നത് വരും മീറ്ററിൽ വരും. അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 864 B/D. ഡെൽറ്റ ഇസ് ഈക്വൽ ടു 864 B/D. ഓക്കെ അല്ലേ? ഇനി കുറച്ച് യൂണിറ്റ് കൺവെർഷൻസും കൂടി നിങ്ങൾക്ക് ഞാൻ എഴുതിയിടാം. അത് നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മതി, ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കും. ഓക്കെ, അത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. 1 ഹെക്ടർ ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞു 10⁻⁴ മീറ്റർ സ്ക്വയർ ആണെന്ന്. ഓക്കെ, 10⁻⁴ മീറ്റർ സ്ക്വയർ. പിന്നെ 1 എയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 100 മീറ്റർ സ്ക്വയർ ആണ്. 1 ഏക്കർ എന്താണ്? 1 ഏക്കർ ഈക്വൽ ടു 100 സെൻറ്റ് ആണ്. ഓക്കെ, 1 എയർ എന്ന് പറയുന്നത് 1 എയർ ഇസ് ഈക്വൽ ടു 100 മീറ്റർ സ്ക്വയർ, 1 ഏക്കർ ഈക്വൽ ടു 100 സെൻറ്റ്. ആൻഡ് 1 ഏക്കർ ഈക്വൽ ടു എത്ര ഹെക്ടറാന്ന് ചോദിച്ചാൽ 0.4047 ഹെക്ടർ ആണ്. ഓക്കെ, 0.4047 ഹെക്ടർ ആണ്. ഇനി എത്ര മീറ്റർ സ്ക്വയർ ആണെന്ന് അറിയാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 10⁻⁴ ചെയ്താൽ പോരെ. സോ 4047 മീറ്റർ സ്ക്വയർ എന്ന് വരും. ഇനി 1 ഹെക്ടർ തിരിച്ച് 1 ഹെക്ടർ എന്ന് പറയുന്നത് 2.47 ഏക്കറാണ്. ഓക്കെ, ഇനി 1 സെൻറ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ 100 സെൻറ്റാണ് 1 ഏക്കർ എന്ന് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. 1 ഏക്കർ എന്ന് പറയുന്നത് 0.4047 ഹെക്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം 40.46 മീറ്റർ സ്ക്വയർ ആണ് 1 സെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് എഴുതിയാൽ ഒന്നുകിൽ 40.46 അല്ലെങ്കിൽ 40.47 മീറ്റർ സ്ക്വയർ. ഇനി 1 സെൻറ്റിനെ തന്നെ നമുക്ക് എഴുതാം എത്ര സ്ക്വയർ ഫുട്ടാണെന്ന് വെച്ചാൽ 435.6 സ്ക്വയർ ഫുട്ടാണ്. അതുപോലെ 1 സ്ക്വയർ ഫുട്ട് എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് 0.0929 മീറ്റർ സ്ക്വയർ. ഇത് നിങ്ങൾ കാണാൻ പഠിക്കണം, വേറെ ഒരു വഴിയില്ല. ഓക്കെ, അപ്പോൾ ഞാനിത് വീണ്ടും പറയുന്നില്ല, ഇത് നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ടേം പഠിക്കാനുള്ളത് എന്താണ്? പാലിയോ ഇറിഗേഷൻ. പാലിയോ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വാട്ടറിങ് ബിഫോർ സോയിങ് ദ ക്രോപ്പ്. എന്താണ് പാലിയോ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് വാട്ടറിങ് ബിഫോർ സോയിങ് ദ ക്രോപ്പ്.
അതായത് ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു സ്ഥലം എനിക്കിവിടെ ഇപ്പോൾ കുറച്ച് എന്താണ് വിത്ത് നടണം, എന്തെങ്കിലും വെജിറ്റബിൾസ് എന്തെങ്കിലും നടണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, തലേന്ന് ഞാൻ എന്ത് ചെയ്യണം, ഇതിനെ വെള്ളമൊക്കെ ഒഴിച്ച് മണ്ണൊക്കെ ഒന്ന് ഇളക്കി വളമൊക്കെ ഇട്ടൊന്ന് ഇളക്കി നല്ല സെറ്റാക്കണം അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, നമ്മൾ വിത്ത് വിതയ്ക്കുന്ന സമയത്താണോ ഞാൻ വെള്ളം ഒഴിച്ചത്? അല്ല, അതിൻ്റെ തലേന്ന് തന്നെ ഞാൻ എന്ത് ചെയ്തു, വെള്ളം ഒഴിച്ച് മണ്ണൊക്കെ ഒന്ന് ഇളക്കി അതിനെ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ലേ, അതിനാണ് നമ്മൾ പാലിയോ ഇറിഗേഷൻ, ഫസ്റ്റ് വാട്ടറിങ് ബിഫോർ സോയിങ്. അപ്പോൾ ഇവിടെ എന്താണ്, വിത്ത് വിതയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ലാൻഡ് പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് വാട്ടറിങ് കൊടുത്തത്. അതിനാണ് നമ്മൾ പാലിയോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എന്തിനാണ്, ലാൻഡ് പ്രിപ്പറേഷൻ. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് എന്താണ്, കോർ വാട്ടറിങ്. കോർ വാട്ടറിങ് എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് വാട്ടറിങ് ഗിവൺ ടു ദ ക്രോപ്പ് വെൻ ഇറ്റ് ഈസ് ഫ്യൂ സെൻറ്റിമീറ്റർ ഹൈ. അതായത് നമ്മൾ വിത്ത് വിതച്ച് കഴിഞ്ഞിട്ട് അത് ജസ്റ്റ് ഒന്ന് മുളച്ച് വരത്തില്ലേ, അപ്പോൾ അത് ഒരു 1-2 സെൻറ്റിമീറ്റർ ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം കൊടുക്കുന്ന വാട്ടറിങ്, അതിനെയാണ് നമ്മൾ കോർ വാട്ടറിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെഫിനേഷൻ എഴുതാം. ഫസ്റ്റ് വാട്ടറിങ് given to crop when it is few centimeter high. ഇതൊക്കെ ഡെഫിനേഷൻസ് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കറക്റ്റായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി ഈ കോർ വാട്ടറിങ് നമ്മൾ ചെയ്യുന്ന ആ ഒരു പീരീഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർ പീരീഡ് എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ ബേസ് പീരീഡ് എന്ന് വിളിച്ച പോലെ ഇവിടെ കോർ പീരീഡ് ബി എന്ന് സ്മോൾ ബി കൊണ്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് പീരീഡ് ഡ്യൂറിങ് വിച്ച് കോർ വാട്ടറിങ് ഇസ് ഡ്യൂൺ. ഓക്കെ, പീരിയഡ് ഡ്യൂറിങ് വിച്ച്, എത്ര സമയമാണ് നമ്മൾ കോർ വാട്ടറിങ് ചെയ്യുന്നത് ആ സമയത്തിനെയാണ് നമ്മൾ കോർ പീരീഡ് എന്ന് വിളിക്കുന്നത്. പീരിയഡ് ഡ്യൂറിങ് വിച്ച് കോർ വാട്ടറിങ് ഈസ് ഡൺ ഈസ് കോൾഡ് കോർ പീരീഡ്. അപ്പോൾ കോർ പീരീഡ് പറഞ്ഞ സ്ഥിതിക്ക് അവിടെ എന്തുണ്ടാവും, കോർ ഡെപ്ത് ഉണ്ടാവും. അതായത് നമ്മൾ നേരത്തെ ഡ്യൂട്ടിയും ഡെൽറ്റയൊക്കെ പറഞ്ഞ അതേപോലെ. ഓക്കെ, അപ്പോൾ ഇവിടെ കോർ ഡെപ്ത് എന്ന് പറഞ്ഞാൽ, കോർ ഡെപ്തിനെ നമ്മൾ സ്മോൾ ഡെൽറ്റ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, കോർ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ പ്രൊവൈഡഡ് ഡ്യൂറിങ് കോർ പീരീഡ്. നമ്മൾ ഡെൽറ്റ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ക്രോപ്പ് ഫുള്ളായിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടി എത്ര ഡെപ്ത് ഓഫ് വാട്ടർ നമ്മൾ കൊടുക്കണം. അതേപോലെ തന്നെ ഇവിടെ കോർ പീരീഡിൻ്റെ സമയത്ത് നമ്മൾ എത്ര ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ നമ്മൾ പ്രൊവൈഡ് ചെയ്തു, അതിനാണ് കോർ ഡെപ്ത് എന്ന് വിളിക്കുന്നത്. ദ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ പ്രൊവൈഡഡ് ഡ്യൂറിങ് ദ കോർ പീരീഡ്, അതിനെയാണ് നമ്മൾ കോർ ഡെപ്ത് സ്മോൾ ഡെൽറ്റ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കുറച്ച് നേരത്തെ ഒരു ഇക്വേഷൻ എഴുതി അല്ലേ, എന്തായിരുന്നു, ഡെൽറ്റ ഇസ് ഈക്വൽ ടു 864 B/D എന്ന്. അതേപോലെ ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഡെൽറ്റയ്ക്ക് വരെ നമ്മളിവിടെ ഇപ്പം ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്തോരും, ഡ്യൂട്ടി ഈസ് ഈക്വൽ ടു 864 B/Delta എന്ന് വരും. അപ്പോൾ ഇവിടെ കോർ ഡ്യൂട്ടിന്ന് ഇവിടുത്തെ കേസ് കോറിൻ്റെ കാര്യമാണ് പറയുന്നത് അല്ലേ. അപ്പോൾ കോർ ഡ്യൂട്ടി ആകുമ്പോൾ ഞാൻ അതിനെ സ്മോൾ ഡി എന്ന് ഡിനോട്ട് ചെയ്യണം. അങ്ങനെയാണ് എന്ത് വരും, 864 ക്യാപിറ്റൽ ബിക്ക് വരെ നമ്മൾ നേരത്തെ കോർ പീരീഡിന് നമ്മൾ കൊടുത്ത സ്മോൾ ബി ഡിവൈഡ് ബൈ ഡെൽറ്റയ്ക്ക് സ്മോൾ ഡെൽറ്റ കോറിൻ്റെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്കൊരു റിലേഷൻ നമുക്ക് കിട്ടും. ഇത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചിരുന്നാൽ മതി, അതിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും. ക്യാപിറ്റൽ ഡിക്ക് വരെ കോർ ഡ്യൂട്ടി ആകുമ്പോഴത്തേക്ക് സ്മോൾ ഡി ആയി, ക്യാപിറ്റൽ ബിക്ക് വരെ കോർ പീരീഡിന് സ്മോൾ ബി ആയി, ക്യാപിറ്റൽ ഡെൽറ്റയ്ക്ക് വരെ സ്മോൾ ഡെൽറ്റ ആയി. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ആവറേജ് ഡെൽറ്റ വാല്യൂസ് നമ്മൾ പഠിച്ചല്ലേ, അതേപോലെ ഇവിടെയും കോർ ഡെപ്ത് വാല്യൂസ് നമ്മൾ പഠിക്കണം. കോർ ഡെപ്ത് വാല്യൂസ് നമ്മൾ നേരത്തെ റൈസിനും ഷുഗർ കെയിനും എങ്ങനെയായിരുന്നു, കൂടുതലായിരുന്നു വെൻ കമ്പയർഡ് ടു വീറ്റ് അല്ലേ, 120 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ ഇവിടെ അത്രയൊന്നുമില്ല. റൈസിന് 19 സെൻറ്റിമീറ്റർ ആണ്, ഷുഗർ കെയിന് ഇറ്റ് ഈസ് 16.5 സെൻറ്റിമീറ്റർ ആൻഡ് ഫോർ വീറ്റ് ഇറ്റ് ഈസ് 13.5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇത്രയും വാല്യൂസ് കൂടെ നിങ്ങൾ പഠിക്കണം. കോർ ഡെപ്ത് വാല്യൂസ് ആണ്. റൈസിന് 19 സെൻറ്റിമീറ്റർ, വീറ്റിന് 13.5 സെൻറ്റിമീറ്റർ, ഷുഗർ കെയിന് 16.5 സെൻറ്റിമീറ്റർ. ഓക്കെ അല്ലേ. ഇനി നമുക്ക് കുറച്ച് ഗ്രോസ് കമാൻഡഡ് ഏരിയ, കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് നോക്കാനുള്ളത്. അത് നമുക്ക് ഇപ്പോൾ തന്നെ വീഡിയോ ഇത്തിരി ലെങ്തിയായി, നമുക്ക് നെക്സ്റ്റ് അല്ലെങ്കിൽ അത്രയും കൂടിയേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ തന്നെ അത്രയും അങ്ങ് തീർക്കാം അല്ലേ. അപ്പോൾ ഗ്രോസ് കമാൻഡഡ് ഏരിയ അടുത്ത് നോക്കാനുള്ളത് ഗ്രോസ് കമാൻഡഡ്
ഏരിയ. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് GCA എന്നാണ്, ഗ്രോസ് കമാൻഡഡ് ഏരിയ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അയാക്കട്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. അയാക്കട്ട് എന്ന് നമ്മളിതിനെ വിളിക്കാറുണ്ട്. ഗ്രോസ് കമാൻഡഡ് ഏരിയ ഈസ് ഓൾസോ നോൺ ആസ് അയാക്കട്ട്. ഇനി ഈ അയാക്കട്ട് അല്ലെങ്കിൽ ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്താണെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ ഇവിടെ ആയിട്ടൊരു ഡാമുണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ ഡാം. ഇവിടെ ഫുള്ള് വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെയൊക്കെ കുറേ ഇറിഗേഷൻ ഫീൽഡുണ്ട്. ഓക്കെ, എനിക്ക് കുറച്ച് ഫീൽഡുണ്ട്. ഓക്കെ, ഈ ഡാമിൽ നിന്നുള്ള വെള്ളം കൊണ്ട് എനിക്ക് ഇവിടുത്തെ എത്ര ഏരിയ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകിൽ ഇവിടെ ഒരു ഡാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് ആയിരിക്കും, ഒരു കനാൽ സിസ്റ്റം എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ വെള്ളം കൊണ്ട് എനിക്ക് ഈ ഒരു ഏരിയയിൽ, ഈ ഒരു സ്ഥലത്ത് എനിക്ക് എത്ര എനിക്ക് ഇത്രയും ഏരിയ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും, ഒരു 105 ഹെക്ടേഴ്സ് എനിക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനാണ് നമ്മൾ ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എനിക്ക് ഈ ഒരു ഡാമിലെ വെള്ളം കൊണ്ട് എനിക്ക് 105 ഏക്കർ എനിക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനാണ് ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെഫിനേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ദ ടോട്ടൽ area which can be irrigated by a canal system or irrigation project or dam. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡാം വെച്ചിട്ട് എനിക്ക് എത്ര ഏരിയ ഇവിടെ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ഗ്രോസ് കമാൻഡഡ് ഏരിയ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മറ്റൊരു ഡെഫിനേഷൻ എഴുതാം. ഓർ the area served by an irrigation project. ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് വെച്ചിട്ട് എത്ര ഏരിയ സെർവ് ചെയ്യാം എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വിത്തൗട്ട് കൺസിഡറിങ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അവൈലബിൾ. അതായത് ഈ ഡാമിൽ എത്ര വെള്ളമുണ്ട് എന്ന്, എല്ലാ പ്രാവശ്യം എത്ര വെള്ളമുണ്ട് എന്നുള്ളത് നോക്കിയിട്ടല്ല നമ്മൾ പറയുന്നത്. അല്ലാണ്ട് നമ്മുടെ പറയുന്നതാണ് ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്ന്. ചിലപ്പോൾ ഇവിടെയുള്ള വെള്ളം ചിലപ്പോൾ സമ്മർ സീസണിൽ അത്രയും വെള്ളം ഉണ്ടായിരിക്കണമെന്നില്ല. നമുക്ക് അന്നേരം ഇത്രയും 105 ഹെക്ടറും നമുക്ക് ഇത് ചെയ്യാൻ പറ്റണമെന്നില്ല, ഇറിഗേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മളിവിടെ വിത്തൗട്ട് കൺസിഡറിങ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അവൈലബിൾ നമ്മൾ പറയുന്ന കാൽക്കുലേറ്റഡ് ഏരിയയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഗ്രോസ് കമാൻഡഡ് ഏരിയയിൽ പറയുന്നത്. ഇനി GCAയിൽ എന്തൊക്കെ വരും? GCA ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നതെന്ന്. ഒന്നെന്ന് പറയുന്നത് കൾട്ടിവേബിൾ ലാൻഡ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃഷി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും നടാനൊക്കെ പറ്റുന്ന ലാൻഡ്. കൾട്ടിവേബിൾ ലാൻഡ്, പിന്നെ പാസ്റ്റേഴ്സ്. ഗ്രോസ് എന്ന് പറയുമ്പോൾ എല്ലാം വരും. പാസ്റ്റേഴ്സ്, ഫാലോ ലാൻഡ്, ദെൻ വേസ്റ്റ് ലാൻഡ് ഓർ ബാരൻ ലാൻഡ് എന്ന് വിളിക്കും. ഫോറസ്റ്റ് ഓർ പ്രൊട്ടക്റ്റഡ് ഏരിയ, ഹൗസസ്, പോൺസ്, റോഡ്സ് എക്സെട്ര. ഓക്കെ, ഇതെല്ലാം ഗ്രോസ് കമാൻഡഡ് ഏരിയയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് വെച്ചിട്ട് നമുക്ക് എത്ര ഏരിയ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ഗ്രോസ് കമാൻഡഡ് ഏരിയ. അപ്പോൾ അതിനകത്ത് ഇത്രയും സാധനങ്ങൾ വരും. ഇതിനകത്ത് ഈ കൾട്ടിവേബിൾ ലാൻഡ്, പാസ്റ്റേഴ്സ്, ഫാലോ ലാൻഡ്, അതിനെ ഒന്നിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് കൾച്ചറബിൾ ഏരിയാസ്. അതായത് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് കൾച്ചറബിൾ ഏരിയാസ് എന്ന് പറഞ്ഞാൽ. ഇനി ഇത്രയും സ്ഥലം വേസ്റ്റ് ലാൻഡിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വീട്ടിലോ ഒന്നും നമുക്ക് അൺകൾച്ചറബിൾ ആണ്. അതായത് വീടിൻ്റെ പുറത്ത് കൊണ്ടുപോയി നമുക്ക് ചെയ്യാൻ പറ്റുമോ? അല്ല, വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കൃഷി ചെയ്യുന്നതല്ല പറയുന്നത്. നമ്മൾ ആ വീട് ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതാണെന്ന് പറയുന്നത് അൺകൾച്ചറബിൾ ഏരിയ എന്ന് പറയുന്നത്. ഫോറസ്റ്റിലൊന്നും നമുക്ക് കൊണ്ടുപോയി കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ അൺകൾച്ചറബിൾ ഏരിയ എന്ന് പറയുന്നത്. ഇനി എന്താ ഇവിടെ നമ്മൾ കണ്ടു, ഫാലോ ലാൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടു അല്ലേ. അതായത് ഫാലോ ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോർ ദാൻ 1 ഇയറും ലെസ് ദാൻ 5 ഇയറും നമ്മൾ കൃഷിയൊന്നും ചെയ്യുന്നില്ല, അൺകൾട്ടിവേറ്റഡ് ആയിട്ട് ഇട്ടേക്കുന്ന സ്ഥലം. അതാണ് ഫാലോ ലാൻഡ് എന്ന് പറയുന്നത്. എത്രയാണ് ഫാലോ ലാൻഡ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 ഇയർ അല്ലെങ്കിൽ അതേപോലെ ലെസ് ദാൻ 5 ഇയർ അൺകൾട്ടിവേറ്റഡ് ആയിട്ട് ഇട്ടേക്കുന്ന സ്ഥലം. അതാണ് എന്ന് പറഞ്ഞാൽ ഫാലോ ലാൻഡ് എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം ഈ വേസ്റ്റ് ലാൻഡ് അല്ലെങ്കിൽ ബാരൻ ലാൻഡ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 5 ഇയേഴ്സായിട്ട് അവിടെ കൾട്ടിവേഷനൊന്നുമില്ല. അങ്ങനെ അതിനെ നമ്മൾ വേസ്റ്റ് ലാൻഡ് എന്ന് വിളിക്കും. ഓക്കെ, ഫാലോ ലാൻഡ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 ഇയർ ആയിട്ടും ലെസ് ദാൻ 5 ഇയർ ആയിട്ടും
അൺകൾട്ടിവേറ്റഡ് ആയിട്ട് ഇട്ടേക്കുന്ന ഏരിയാസിനെയാണ് ഫാലോ ലാൻഡ് എന്ന് വിളിക്കുന്നത്. ഇനി ഗ്രേറ്റർ ദാൻ 5 years ആയിട്ടും അവിടെ കൾട്ടിവേഷൻ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വേസ്റ്റ് ലാൻഡ് അല്ലെങ്കിൽ ബാരൻ ലാൻഡ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ വേസ്റ്റ് ലാൻഡൊക്കെ എന്തിനാണ്? അൺകൾച്ചറബിൾ ഏരിയക്കകത്താണ് വരുന്നതെന്ന് അറിയാം. ഇനി കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ ഉണ്ട്. എന്താണ് നമ്മൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രോസ് കമാൻഡഡ് ഏരിയ പഠിച്ചു. അതായത് നമുക്ക് ഇറിഗേഷൻ പ്രോജക്റ്റ് വെച്ചിട്ട് എത്ര ഏരിയ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ഗ്രോസ് കമാൻഡ് ഏരിയ എന്നുള്ളത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള എന്താണ്? കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ. അതായത് കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ CCA എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ദ ഏരിയ വെയർ കൾട്ടിവേഷൻ ക്യാൻ ബി ഡൺ സാറ്റിസ്ഫാക്ടറിലി. നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് കൾട്ടിവേഷൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലം, അതിനാണ് കൾച്ചറബിൾ കമാൻഡ് ഏരിയ എന്ന് പറയുന്നത്. എന്താണ്? ദ ഏരിയ വെയർ കൾട്ടിവേഷൻ ക്യാൻ ബി ഡൺ സാറ്റിസ്ഫാക്ടറിലി. അതായത് നമ്മൾ ഗ്രോസ് കമാൻഡഡ് ഏരിയയിൽ കൾച്ചറബിൾ ആയിട്ടുള്ള ഏരിയ ഇത്രയേ ഉള്ളൂ അല്ലേ? അപ്പോൾ ആ ഒരു ഏരിയയാണ് നമ്മൾ കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ ടോട്ടൽ ഏരിയയിൽ നമുക്ക് സാറ്റിസ്ഫാക്ടറിലി കൾട്ടിവേഷൻ ചെയ്യാൻ പറ്റുന്ന ഏരിയ, അതാണ് കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ എന്ന് പറയുന്നത്. സോ നമുക്ക് എഴുതാം CCA എന്ന് പറയുന്നത് ഗ്രോസ് കമാൻഡഡ് ഏരിയയിൽ നിന്നും അൺകൾച്ചറബിൾ ഏരിയ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ്. എന്താണ്? അൺകൾച്ചറബിൾ ഏരിയ മൈനസ് ചെയ്താൽ അൺകൾച്ചറബിൾ ഏരിയക്കകത്താണ് വരുന്നത് ഏതൊക്കെ? വേസ്റ്റ് ലാൻഡ്, ഫോറസ്റ്റ്, ഹൗസസ്, പോൺസ്, റോഡ്സ്, ഇതെല്ലാം. അപ്പോൾ ഗ്രോസ് കമാൻഡ് ഏരിയയിൽ നിന്നും അൺകൾച്ചറബിൾ ഏരിയ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ എന്ന് പറയുന്നത്. ഈ കൾച്ചറബിൾ കമാൻഡഡ് ഏരിയയിൽ തന്നെ വീണ്ടും 2 എണ്ണം ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ. ഓക്കെ, കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ CCAയുടെ തന്നെ ഒരു പോർഷനാണ് വിച്ച് ഈസ് ആക്ച്വലി കൾട്ടിവേറ്റഡ് ഡ്യൂറിങ് എ ക്രോപ്പ് സീസൺ. അപ്പോൾ ഇപ്പോൾ ഒരു റാബി സീസൺ ആണെന്നുണ്ടെങ്കിൽ ഈ സീസണിൽ ഈ CCAയിൽ എത്ര പെർസെൻറ്റേജ് എന്ത് ചെയ്യുന്നുണ്ട്? കൾട്ടിവേഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ഞാൻ പറയുവാണ്, എനിക്ക് ഇത്രയാണ് എൻ്റെ ആ ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് വെച്ചിട്ട് എനിക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ, ടോട്ടൽ ഏരിയ, അതായത് GCA എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇതിൽ എൻ്റെ അതായത് ഫോറസ്റ്റ്, ഹൗസസ് ഒക്കെ പോയിട്ട് ഇത്ര ഏരിയയാണ് എൻ്റെ കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ ഞാനിപ്പോൾ ഈ ഒരു മന്ത്, അതായത് നമ്മുടെ ഈ ഒരു ഏപ്രിൽ മാസം ഞാൻ ഇത്രയും ഏരിയ മാത്രമേ കൾട്ടിവേഷൻ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ. ഓക്കെ, അതിപ്പോൾ നമുക്കിവിടെ ഈ ഡെഫിനേഷൻ എഴുതുവാണെങ്കിൽ പോർഷൻ ഓഫ് CCA വിച്ച് ഈസ് ആക്ച്വലി കൾട്ടിവേറ്റഡ് ഡ്യൂറിങ് എ ക്രോപ്പ് സീസൺ. അപ്പോൾ ഇപ്പോഴത്തെ ക്രോപ്പ് സീസണിൽ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ? ഇത്രയും ഏരിയ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കൾട്ടിവേഷൻ ചെയ്യുന്നുള്ളൂ. അങ്ങനെ അതിനാണ് നമ്മൾ കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയുന്നത്. ഇനി അതേപോലെ നമുക്ക് വേറൊരു ടേമുള്ള രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയ. അതായത് എനിക്ക് കൾച്ചറബിൾ ആണ് അവിടെ, അതായത് എനിക്കവിടെ കൃഷി ചെയ്യാം, പക്ഷേ ഞാൻ ഈ ക്രോപ്പ് സീസണിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല? അവിടെ കൾട്ടിവേഷൻ ഒന്നും ചെയ്യുന്നില്ല. അതിനെയാണ് കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയ എന്ന്. പോർഷൻ ഓഫ് CCA വിച്ച് ഈസ് നോട്ട് കൾട്ടിവേറ്റഡ് ഡ്യൂറിങ് എ ക്രോപ്പ് സീസൺ. അപ്പോൾ പോർഷൻ ഓഫ് CCA വിച്ച് ഈസ് ഈ ഒരു ഭാഗത്ത് നോട്ട് കൾട്ടിവേറ്റഡ് എന്നാക്കുക, നോട്ട് കൾട്ടിവേറ്റഡ് ഡ്യൂറിങ് എ ക്രോപ്പ് സീസൺ. അതിനാണ് കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞത് നമ്മൾ ആ ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് വെച്ചിട്ട് നമുക്ക് എത്ര ഏരിയ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ഗ്രോസ് കമാൻഡഡ് ഏരിയ. അതിനകത്ത് നമുക്ക് കൾട്ടിവേഷന് പറ്റുന്ന സ്ഥലമാണ് കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ. ഇനി ഈ ഒരു ക്രോപ്പ് സീസണിൽ ഞാൻ ആ കൾച്ചറബിൾ കമാൻഡഡ് ഏരിയയുടെ എത്ര പോർഷൻ എനിക്ക് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ക്രോപ്പ് സീസണിൽ എനിക്ക് എത്ര ഏരിയ ഞാൻ CCAയുടെ എത്ര ഭാഗം ഞാൻ കൾട്ടിവേറ്റ് ചെയ്യുന്നില്ല, അതാണ് കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊരു ടേം പഠിക്കാനുള്ളത് എന്താണ്? ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ. ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ
ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലോട്ട് വരേണ്ടത് ഏരിയ എന്നുള്ള ടേമാണ്. അതായത് പെർസെൻറ്റേജ് ഓഫ് CCA പ്രപ്പോസ്ഡ് ടു ബി ഇറിഗേറ്റഡ് ആനുവലി. അതാണ് അതിൻ്റെ ഡെഫിനേഷൻ. എന്താണ്? ദ പെർസെൻറ്റേജ് ഓഫ് CCA എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ ആയിരുന്നു. ഓക്കെ, ആ CCയുടെ എത്ര പെർസെൻറ്റേജ് ആണ് പ്രപ്പോസ്ഡ് ടു ബി ഇറിഗേറ്റഡ് ആനുവലി അതിലെത്ര പെർസെൻറ്റേജ് ഇറിഗേറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അതായത് ഇത്രയാണ് എൻ്റെ CCA എന്ന് പറയുന്നുണ്ടെങ്കിൽ ആനുവലി ഞാൻ ഈ CCയുടെ ഇത്രയും പെർസെൻറ്റേജ്, ഇത്രയും ഏരിയ മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, ഇറിഗേറ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു വർഷം ഞാൻ ഇത്രയും ഏരിയ ഇറിഗേറ്റ് ചെയ്യുന്നുള്ളൂ, അങ്ങനെയാണെങ്കിൽ അതാണ് ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ. അതിൽ ഈ CCയുടെ എത്ര പെർസെൻറ്റേജ് ഞാൻ, ഇതിപ്പോൾ 75% ആണെങ്കിൽ 75% ആണ് നമ്മൾ അവിടുത്തെ ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ. ഓക്കെ ആണോ? അപ്പോൾ പക്ഷേ ഈ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ക്യാൻ ബി ഗ്രേറ്റർ ദാൻ 100% ആവാം. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ ഞാൻ ചോദിക്കുകയാണ്. ആനുവലി ഉള്ള കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, ഞാൻ പറയുവാണ് നമ്മുടെ റാബി സീസണിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയുവാണ്. ഓക്കെ, റാബി സീസണിൽ ഞാൻ ടോട്ടൽ CCയുടെ 70% ഇറിഗേറ്റ് ചെയ്തു. ഖാരിഫ് ക്രോപ്പ് സീസണിൽ 40% ഇറിഗേറ്റ് ചെയ്തു. സെയ്ദ് ക്രോപ്പ് വന്നപ്പോഴത്തേക്കും 10% ഇറിഗേറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് വരണം. ദാറ്റ് ഈസ് 120%. കാരണം എന്താണെന്ന് വെച്ചാൽ റാബി സീസൺ ഉള്ള സമയത്തല്ല നമ്മുടെ ഖാരിഫ് സീസൺ ഉള്ളത്. ഓക്കെ, അപ്പോൾ ആനുവലി ഉള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ റാബി സീസണിൽ ഇത്ര ഏരിയ ഇറിഗേറ്റ് ചെയ്തു. അത് ഞാൻ ഒന്നുകൂടി വരയ്ക്കാം. ഓക്കെ, ഞാൻ എൻ്റെ റാബി സീസണിൽ ഇത്ര ഏരിയ ഇറിഗേറ്റ് ചെയ്തു. ഓക്കെ, 70%. ഖാരിഫ് സീസൺ എന്ന് പറയുമ്പോഴത്തേക്കും 40% ഇറിഗേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, റാബി ചെയ്യുന്നിടത്തല്ല നമ്മൾ ഖാരിഫ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് പ്രത്യേക സ്ഥലം വേണം ഖാരിഫ് ചെയ്യാനായിട്ട്. ഓക്കെ, 40% ഞാൻ എന്ത് ചെയ്തു? ഖാരിഫിന് വേണ്ടിയിട്ട് ഇറിഗേറ്റ് ചെയ്തു. ഇനി സെയ്ദ് എന്ന് പറയുന്നത് എന്താണ്? സെയ്ദ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, ഈ റാബി സീസണും ഖാരിഫ് സീസണിനും ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്കുള്ള ആ ഒരു ഇൻ്റർവെല്ലിൽ നമ്മൾ കൾട്ടിവേഷൻ ചെയ്യുന്നതാണ് സെയ്ദ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെയ്ദ് ക്രോപ്പ് വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു 10% ഇറിയാം. അപ്പോൾ ആനുവലി ഞാൻ ആ ഒരു ത്രൂ ഔട്ട് ഒരു വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ റാബി ക്രോപ്പിൽ 70% ഇറിഗേറ്റ് ചെയ്തു. ഖാരിഫ് സീസണിൽ 40% ഇറിഗേറ്റ് ചെയ്തു. സെയ്ദിൻ്റെ സമയത്താണെങ്കിൽ 10%. അപ്പോൾ ടോട്ടൽ എത്ര ഏരിയ ഇറിഗേറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് 120% ആണ്. ഇതിനെല്ലാം കൂടി ആഡ് ചെയ്ത് എഴുതണം. ഓക്കെ ആണോ? ഇനി സപ്പോസ് നിങ്ങളടുത്ത് പറയുവാണ് ഈ റാബി ക്രോപ്പിന് ഒരു എക്സാമ്പിൾ ആയിരുന്നു നമ്മുടെ ഒരു വീറ്റ്. ഓക്കെ, ഇപ്പം നിങ്ങളടുത്ത് ഇങ്ങനെ പറയുവാണ്, ഒരു ആനുവലി ഞാൻ നോക്കിയപ്പോഴത്തേക്കും വീറ്റ് ഒരു 70% ഇറിഗേറ്റ് ചെയ്തു. പൊട്ടാറ്റോ 10% ഇറിഗേറ്റ് ചെയ്തു. ഖാരിഫ് 40% ആൻഡ് സെയ്ദ് 10%. ഇതിൽ നമ്മൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യും? ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഈ വീറ്റും പൊട്ടാറ്റോ എന്താണ്? റാബി സീസണാണ്. റാബി സീസണിൽ 70%ഉം 10%ഉം ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യണം? അത് രണ്ടും നമ്മൾ ആഡ് ചെയ്യണം. എല്ലാം ആഡ് ചെയ്ത് വേണം നമ്മൾ എന്തെഴുതാൻ? ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ എഴുതാനായിട്ട്. അതേസമയം നമ്മൾ ഇവിടുത്തെ കനാലിൻ്റെ കപ്പാസിറ്റിയാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അതായത് ഇപ്പോൾ വീട്ടിന് ഒരു 2 m/s ഇത് വേണം. പൊട്ടാറ്റോയ്ക്ക് 3 m³ വെള്ളം വേണം. ഖാരിഫിനാണെങ്കിൽ എത്രയാ 5 m³ വെള്ളം വേണം. സെയ്ദിനാണെന്നുണ്ടെങ്കിൽ 10 m³ വെള്ളം വേണം. ഇങ്ങനെ വരുവാണ്. അങ്ങനെയാണെങ്കിൽ കനാലിൻ്റെ കപ്പാസിറ്റി നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് രണ്ടും ഒരേ സീസണിൽ വരുന്നതാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ടോട്ടൽ എടുക്കണം നമ്മൾ കപ്പാസിറ്റി കണ്ടുപിടിക്കാനായിട്ട്. ഞാൻ ഒന്നും കൂടെ പറയാം, അത് ഞാൻ ജസ്റ്റ് വന്നപ്പോൾ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ റൈസ് എടുത്തു. റൈസിന് 5 m³ ആണ് വെള്ളം വേണ്ടത്. വീറ്റിനാണെന്നുണ്ടെങ്കിൽ 2 m³ ആണ് വെള്ളം വേണ്ടത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ കനാലിൻ്റെ കപ്പാസിറ്റി എത്ര m³ ആയിരിക്കണം എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് രണ്ടും സെയിം
സീസണിലുള്ളതാണോ നോക്കുക. റൈസും വീറ്റും രണ്ടും 2 സീസണിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഏതാണോ മാക്സിമം വരുന്നത് ആ വാല്യൂ വേണം കനാലിൻ്റെ കപ്പാസിറ്റി ആയിട്ട് വരാൻ. ദാറ്റ് ഈസ് 5 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അതായത് 5 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കൊടുത്താലേ റൈസിൻ്റെ സമയത്ത് വെള്ളം കിട്ടത്തുള്ളൂ. 5 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഉണ്ടെങ്കിൽ വീറ്റിൻ്റെ സമയത്ത് ഒബ്വിയസ്ലി നമുക്ക് എന്ത് കിട്ടും. ഇനി വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ മസ്റ്റാർഡ് എടുക്കുവാണ്. മസ്റ്റാർഡ് 3 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഓക്കെ. ഇനി ഗ്രാം 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഷുഗർ കെയിൻ 7 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കനാലിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്ത് വരും? നമ്മുടെ മസ്റ്റാർഡും അതുപോലെ തന്നെ ഗ്രാമും രണ്ടും എന്താണ്? റാബി ക്രോപ്പാണ്. ഷുഗർ കെയിൻ എന്ന് പറയുന്നത് 7 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ബട്ട് അത് പെരണിയൽ ക്രോപ്പാണ്. അതായത് റാബി ക്രോപ്പ് ഉള്ള സമയത്തും ഈ ഷുഗർ കെയിന് നമ്മൾ വെള്ളം കൊടുക്കണം. മനസ്സിലായോ? ത്രൂ ഔട്ട് ദി ഇയർ വെള്ളം കൊടുക്കണമെന്നല്ലേ പറഞ്ഞത്. സോ റാബി ക്രോപ്പിൻ്റെ സമയത്ത് നമ്മൾ ഷുഗർ കെയിന് വെള്ളം കൊടുക്കണം. അപ്പോൾ റാബി ക്രോപ്പിന് മസ്റ്റാർഡിന് 3 മീറ്റർ ക്യൂബ് വേണം, ഗ്രാമിന് 1 വരണം, ത്രൂ ഔട്ട് ദി ഇയർ 7 കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെല്ലാം കൂടി ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 3 + 7 1 + 7 ദാറ്റ് ഈസ് 11 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് വരും കനാലിൻ്റെ കപ്പാസിറ്റി. 11 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ട്രിക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. എന്നാൽ അതേസമയം ഇവിടെ നമ്മൾ അങ്ങനെ നോക്കണ്ട. എത്ര പെർസെൻറ്റേജാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത് അതെല്ലാം കൂടി ആഡ് ചെയ്ത് എഴുതുക. ഓക്കെ. ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് CCA പ്രപ്പോസ്ഡ് ടു ബി ഇറിഗേറ്റഡ് ആനുവലി എത്ര പെർസെൻറ്റേജ് നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്നുണ്ട് അതാണ് ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ശരിക്കും അതെന്താണ്? ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യിച്ചു തരാം. ഓക്കെ. അടുത്ത നമുക്കൊരു ടേം കൂടി നോക്കാനുള്ളത് ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ. ഫ്രീക്വൻസി എന്ന് പറയുമ്പോഴത്തേക്കും ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് വാട്ടർ. അതായത് ഇന്ന് ഞാൻ വെള്ളം കൊടുത്തു, ഇനി ഞാൻ നാളെ കൊടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനിടയിലുള്ള ടൈം ഇൻ്റർവൽ, അതാണ് ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് വാട്ടറിങ്സ്, അതാണ് ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഇതിൻ്റെ റിലേറ്റഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ ഇടാം. ഓക്കെ. ഇത്രയും നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നുള്ള ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ. താങ്ക് യു.